الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. بسم الله الرحمن الرحيم. ألف لام ذلك الكتاب لا ريب فيه هدى للمتقين. بسم الله الرحمن الرحيم. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. صدق الله العظيم. السلام عليكم ورحمة الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞങ്ങളുടെ ഈ പ്രസംഗം ശ്രവിക്കുന്ന ഇതര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കരുണക്കടലായ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിനീതനായ എനിക്ക് ഇതിന്റെ സംഘാടകർ തന്നിരിക്കുന്ന സബ്ജക്റ്റ് വിശുദ്ധ ഖുർആൻ എന്തിന് എന്നതാണ്. ആറാമത്തെ വയസ്സ് മുതൽ ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവരാണ് മുസ്ലിങ്ങൾ. 5-ാമത്തെ വയസ്സിൽ മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നു. 6-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തുടങ്ങുന്നു. ഏതാണ്ട് 8 വയസ്സോ 9 വയസ്സോ പ്രായമെത്തുമ്പോൾ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണം എന്നുവരെ അതിന്റെ പാരായണ ശാസ്ത്ര സഹിതം കേരളത്തിൽ 13,000-ൽ പരം വരുന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്നത് നമ്മളിൽപ്പെട്ട പല സഹോദരങ്ങൾക്കും അറിവില്ലാത്ത ഒരു കാര്യമാണ്. കേരളത്തിൽ ഏതാണ്ട് 13,000-ലധികം മദ്രസകളുണ്ട്. ഈ മദ്രസകളിൽ 6-ാമത്തെ വയസ്സ് മുതൽ ഖുർആൻ പഠിച്ചു തുടങ്ങുമ്പോൾ നാം വളരെ മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ പല രീതിയിലും ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഖുർആൻ എന്താണ് എന്ന് നമ്മളിൽപ്പെട്ട ആരെങ്കിലും ആളോട് നമ്മുടെ അയൽപക്കക്കാരനായ ഒരു അമുസ്ലിം സഹോദരൻ ചോദിച്ചാൽ
അല്ലെങ്കിൽ നമ്മുടെ സഹപാഠിയോ അല്ലെങ്കിൽ സഹപ്രവർത്തകനോ ചോദിച്ചാൽ എന്താണ് ഖുർആൻ എന്ന് നാം ആൻസർ എന്താ ചെയ്യുക? ഒരു നിർബന്ധമാക്കപ്പെട്ട നിസ്കാരത്തിൽ, നിർബന്ധമായ നിസ്കാരത്തിൽ 17 പ്രാവശ്യം ഒരു ഫാത്തിഹ സൂറത്ത് ഓതുന്നുണ്ട് ഒരു ദിവസത്തെ നിസ്കാരത്തിൽ. ഈ 17 പ്രാവശ്യം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഒരു 75 വയസ്സ് പ്രായമുള്ള ഒരാളോട്, സുഹൃത്തെ താങ്കൾ എത്ര വർഷമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കാരം ആരംഭിച്ച ആ സുഹൃത്ത് പറയും, ഞാൻ 50-ലധികം വർഷമായി നിസ്കാരം ആരംഭിച്ചു. നിങ്ങൾ നിസ്കാരം കൃത്യമായി ഈ അരനൂറ്റാണ്ടുകാലം അനുഷ്ഠിച്ചു വരികയല്ലേ? അതെ. എങ്കിൽ ആ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഫാത്തിഹ സൂറത്തിനകത്തുള്ള ആശയം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിച്ചപ്പോൾ നിങ്ങളുടെ നിർബന്ധ നിസ്കാരത്തിലും ഐച്ഛിക നിസ്കാരത്തിലും നിങ്ങൾ ഓതിയ അല്ലെങ്കിൽ പാരായണം ചെയ്ത ഫാത്തിഹ സൂറത്തിലെ അതിനകത്തുള്ള ആശയം എന്താണ്? നിങ്ങൾ എന്താണ് ആ ഫാത്തിഹ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ നമ്മളിൽപ്പെട്ട നല്ലൊരു വിഭാഗം സഹോദരങ്ങളുടെയും ആൻസർ ഞങ്ങൾക്കറിയില്ല എന്നാണ്. കർമ്മശാസ്ത്രം അനുസരിച്ചുകൊണ്ട് അർത്ഥമറിയാതെ ഖുർആൻ ഓതിയാൽ നിസ്കാരം സാധുവാകും, അത് തർക്കമില്ല. പക്ഷേ തന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ 5 നേരം ഹൃദയ സാന്നിധ്യത്തോടുകൂടി, നിറഞ്ഞ കണ്ണുകളോടുകൂടി, വിറയ്ക്കുന്ന ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ച വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ഉമ്മ എന്ന് പറയാവുന്ന സൂറത്തുൽ ഫാത്തിഹ, അത് നമ്മളിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആൾക്കാർക്കും അതിനകത്തുള്ള ആശയം എന്ത് എന്നറിയില്ല എന്നതാണ്. ഇതുപോലെയാണ് ഖുർആനിലെ 114 അധ്യായങ്ങളെ കുറിച്ചും മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ കിട്ടുന്ന ആൻസർ. ഞാൻ എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ അനുഭവമാണ് ഈ പറഞ്ഞത്. ആദരണീയരായ സദസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് ആഴമേറിയ പഠനം ഖുർആനിനെ സംബന്ധിച്ച് ഉണ്ടാവാം, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ എന്താണ്, അതിനകത്ത് എന്തെല്ലാം ഉണ്ട്, തീർച്ചയായും അതിനെക്കുറിച്ചൊരു സവിസ്തര പ്രസംഗം നടത്തണമെങ്കിൽ 1-2 ദിവസത്തെ പ്രസംഗത്തിലൂടെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ദിവസങ്ങൾ തന്നെ ആ വിഷയം അവതരിപ്പിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. എങ്കിലും എന്റെ എളിയ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കുറച്ച് വിഷയങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. വളരെ ശ്രദ്ധിക്കണം. ഈ പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ എനിക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വല്ല സംശയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായാൽ നിങ്ങൾക്ക് അത് എഴുതി ചോദിക്കാം. അതുകൊണ്ട് സബ്ജക്ട് വളരെയധികം ശ്രദ്ധിക്കണം. ലോകത്തെ ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ആണെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വേദഗ്രന്ഥം അത് ബൈബിളാണ്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യ മതകീയമായി നാം വിലയിരുത്തിയാൽ ക്രിസ്തു മതത്തിലാണ് 1-ാം സ്ഥാനം ലോകത്ത്. എണ്ണത്തിൽ 2-ാം സ്ഥാനമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മുടെ ഭാരതത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം കടന്നു വന്നു എന്നതാണ് ചരിത്രം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ തെക്കേറ്റത്ത് കിടക്കുന്ന ഈ കേരള സംസ്ഥാനത്തിലെ കൊടുങ്ങല്ലൂർ മുസ്രിസ് എന്നായിരുന്നു പണ്ട് അതിന്റെ പേര്. ആ മുസ്രിസ് പട്ടണത്തിൽ സെന്റ് തോമസ് ക്രിസ്തുമതം കൊണ്ടുവന്നപ്പോൾ ആ ക്രിസ്തുമതം പ്രചരിപ്പിക്കപ്പെട്ട ഈ കുന്നും മലകളും അരുവിയും തരിക്കളും ശോഭ ചൊരിയുന്ന അറബിക്കടലിന്റെ തിരമാലകൾ താരാട്ട് പാട്ടുപാടി ഉറക്കുന്ന കൊടുങ്ങല്ലൂരിന്റെ തീരത്ത് പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ അത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പഠിപ്പിച്ചു. ഇത് ചരിത്രമാണ്. ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഖുർആൻ പ്രചരിപ്പിക്കപ്പെടുന്നത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്നും നമ്മൾ കൊടുങ്ങല്ലൂർ പള്ളിയിൽ പോയാൽ, ചേരമാൻ പള്ളിയിൽ പോയാൽ, ആ പള്ളിയുടെ കവാടത്തിൽ ആ പള്ളിയുടെ നിർമ്മാണ കാലം എഴുതി വെച്ചിട്ടുണ്ട് ഹിജറ 5. ഹിജറ 5 എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിക്ക് 58 വയസ്സ് പ്രായമുള്ള സമയത്താണ് അത്ര ആ പള്ളി നിർമ്മിക്കപ്പെട്ടത്.
മുഹമ്മദ് നബി 63-ാമത്തെ വയസ്സിലാണ് പരലോകം പോകുന്നത്. അപ്പൊ മുഹമ്മദ് നബിക്ക് 58 വയസ്സ് പ്രായമുള്ള സമയത്ത് വിശുദ്ധ ഖുർആൻ മുഴുവനും ഇറങ്ങിത്തീരുന്നതിന് മുമ്പ് തന്നെ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടു. ഇവിടെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 1400 കൊല്ലമായി ഇന്ത്യയിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരന്മാര് പോലും ഖുർആൻ വായിക്കാനും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ഖുർആൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് നൽകാൻ കഴിയുന്ന മറുപടി ലോകത്ത് ഏത് വേദഗ്രന്ഥം എടുത്താലും ഈ വേദഗ്രന്ഥത്തിലെ മുഴുവൻ വാക്യങ്ങളും ആശയങ്ങളും അക്ഷരങ്ങളും അത് ദൈവികമാണ് എന്ന് തീർത്ത് പറഞ്ഞ വേദഗ്രന്ഥമാണ് ഖുർആൻ. ഈ വേദഗ്രന്ഥത്തിലെ എല്ലാ ആശയങ്ങളും വാക്യങ്ങളും പദങ്ങൾ പോലും അത് ദൈവികമാണ്, അത് മുഹമ്മദിന്റെ രചനയല്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർമ്മിച്ചതല്ല എന്ന് ഖുർആൻ പരിശോധിക്കുന്നവർക്ക് നിരവധി സൂത്രങ്ങളിലൂടെ അത് കാണാം. നമുക്ക് അതിലേക്കുള്ള 2-3 ആയത്ത് ഞാൻ തെളിവിന് ഉദ്ധരിക്കാം. ഒന്ന്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്ം എന്ന അധ്യായം. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. ആ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തുകളാണ് ഞാൻ ഇവിടെ ഓതിയത്. ഇതിന്റെ ഡയറക്റ്റ് അർത്ഥം മാത്രം പറയാം, വ്യാഖ്യാനം പറയുന്നില്ല. വന്നജ്മി ഇദാ ഹവാ, നക്ഷത്രത്തെ തന്നെ സത്യം അത് ഉദിച്ചുയർന്നാൽ, മാ വല്ല സാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ സാഹിബ് വഴികെട്ട് പോകുകയോ ദുർമാർഗത്തിലാവുകയോ ചെയ്തിട്ടില്ല. അവിടെ നിങ്ങളുടെ സാഹിബ് എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയെ കുറിച്ചാണ് പരാമർശം സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, നമുക്ക് ആ 2 ആയത്ത് ഒന്നുകൂടി അർത്ഥം പറയാം. വന്നജ്മി ഇദാ ഹവാ, നക്ഷത്രത്തെ തന്നെ സത്യം അത് ഉദിച്ചുയർന്നാൽ, മാ വല്ല സാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരൻ ദുർമാർഗത്തിലാവുകയോ വഴികെട്ട് പോവുകയോ ചെയ്തിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ, പ്രവാചകൻ നിങ്ങളോട് പഠിപ്പിക്കുന്ന ഖുർആനാവട്ടെ മതപരമായ വിഷയങ്ങളാവട്ടെ അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുഹമ്മദ് നബി നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അൻ-നജ്ം എന്ന അധ്യായത്തിലെ സൂറത്തിലെ ചില ആയത്തുകളിലൂടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. വളരെ ശ്രദ്ധിക്കണം, ഖുർആന്റെ പ്രസ്താവനയാണ് ഇത്, മുഹമ്മദിന്റെ വചനമല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, ഇത് മുഹമ്മദിന്റെ വാചനമല്ല, അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പറയുകയല്ല. അതിനാഥനായ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഖുർആന്റെ പ്രസ്താവന. അത് ശരിയാണോ നമുക്ക് പരിശോധിക്കാം, ശാസ്ത്രീയമായി യുക്തിപരമായി നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ട് ഈ ഭാഗം ശ്രദ്ധിക്കാം. നമുക്ക് അടുത്തൊരായത്ത്, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ. അൻ-നിസാ എന്നൊരു അധ്യായം സൂറത്തിൽ ഖുർആനിലുണ്ടല്ലോ. സ്ത്രീകൾ എന്നാണ് ആ സൂറത്തിന്റെ പേര്. സ്ത്രീകളെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ സൂറത്തിൽ ഒരായത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم
وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ ഒരു ആയത്ത്. അതിന്റെ അർത്ഥം ഞാനൊന്ന് പറയാം, വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നാ ഔഹൈനാ ഇലൈക, ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് നാം സന്ദേശം നൽകുന്നു, വഹ്യ് നൽകുന്നു. കമാ ഔഹൈനാ ഇലാ നൂഹിൻ, നൂഹ് എന്ന പ്രവാചകന് ദിവ്യ സന്ദേശം നൽകിയതുപോലെ അങ്ങയ്ക്കും വഹ്യ് നൽകുകയാണ്. വന്നബിയ്യീന മിൻ ബഅദിഹി, നൂഹിന് ശേഷമുള്ള പ്രവാചകന്മാർക്കും നൽകിയതുപോലെ അങ്ങയ്ക്ക് നാം നൽകുകയാണ്. വഔഹൈനാ, നാം വഹ്യ് നൽകിയിട്ടുണ്ട് ഇതുപോലെ ഇലാ ഇബ്രാഹിമ, അങ്ങയുടെ പ്രിയ പിതാമഹനാകുന്ന ഇബ്രാഹിം നബിക്ക് ഇതുപോലെ വഹ്യ് നൽകിയിട്ടുണ്ട് നബിയെ. വഔഹൈനാ ഇലാ ഇബ്രാഹിമ വഇസ്മാഈല, ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മാഈലിന് ഇതുപോലെ നാം വഹ്യ് കൊടുത്തിട്ടുണ്ട്. വഇസ്ഹാഖ, ഇബ്രാഹിമിന്റെ രണ്ടാമത്തെ പുത്രനാകുന്ന സാറയിൽ ജനിച്ച ഇസ്ഹാഖിനും വയഅഖൂബ്, ഇസ്ഹാഖിന്റെ മകനാകുന്ന യഅഖൂബിനും വല്ലസ്ബാത്ത്, അവരുടെ സന്തതികൾക്കും നാം വഹ്യ് കൊടുത്തിട്ടുണ്ട്. വഈസാ വഅയ്യൂബ വയൂനുസ് വഹാറൂന വസുലൈമാൻ, ഈസാ, അയ്യൂബ്, യൂനുസ്, ഹാറൂൻ, സുലൈമാൻ തുടങ്ങിയ പ്രവാചകന്മാർക്കും ഇതുപോലെ നാം ദിവ്യ സന്ദേശം നൽകിയിട്ടുണ്ട്. വഅതൈനാ ദാവൂദ സബൂറാ, നബിയേ വഅതൈനാ, നാം നൽകിയിട്ടുണ്ട് ദാവൂദ് എന്ന പ്രവാചകന് സബൂറാ, സബൂർ എന്ന ഗ്രന്ഥവും നൽകി. ഒറ്റ സൂക്തമാണിത്, ഖുർആനിലെ 4-ാം അധ്യായമാകുന്ന സൂറത്തുൻ നിസായിലെ. എന്താ ഇതിന്റെ ആശയം എന്നറിയോ? ഇത് മുഹമ്മദ് നബിക്ക് നൽകുന്ന സന്ദേശമാണിത്, മുഹമ്മദ് നബിയുടെ വചനമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലോ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പുരോഹിതന്റെ അടുത്തുപോയി ആ പുരോഹിതൻ പറഞ്ഞുകൊടുത്ത ആശയങ്ങൾ അറബി ഭാഷയിൽ മുഹമ്മദ് നബിയുടെ വകയായി നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുകയല്ല. സൂര്യ ചന്ദ്ര നക്ഷത്രാദി ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തുന്ന സർവശക്തനും രാജാധിരാജനുമായ അല്ലാഹുവിൽ നിന്ന് മുൻഗാമികളായ പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം കിട്ടിയതുപോലെ നിങ്ങൾക്ക് സുപരിചിതനായ മുഹമ്മദ് നബിക്ക് ഇതാ ദിവ്യ സന്ദേശം കൈമാറുകയാണ്. ഒരിക്കലും മുഹമ്മദ് നബിക്ക് മാത്രമല്ല മറ്റ് പ്രവാചകന്മാർക്കും ഇതുപോലെ വഹ്യ് വന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു. ഒരാർക്കും ഒരു സംശയവുമില്ല. ഇപ്പൊ നമ്മൾ എത്ര ആയത്തോതി? ഒന്ന് സൂറത്തുൻ നിസായിൽ ആയത്തോതി, രണ്ടാമത് അന്നജ്ം, ഒന്നാമത് നജ്മിലെ ആയത്തോതി, രണ്ടാമത് നിസായിൽ ആയത്തോതി. ഖുർആന്റെ പ്രസ്താവന സ്വയം പറയുന്നു ഇത് ദൈവവചനമാണ്. അത് നമുക്ക് തെളിയിക്കാം. ഇനി അടുത്ത ആയത്ത് ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം, ആ 3 അക്ഷരത്തിന് പ്രത്യേകമായ ഒരു അർത്ഥം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആദ്യം പറയുക അല്ലാഹു അഅലം ബി മുറാദി, ഇതിന്റെ ഉദ്ദേശം എന്തെന്ന് അല്ലാഹുവിന് മാത്രം അറിയാം എന്നാണ്. ഖുർആനിൽ 29 അധ്യായങ്ങൾ ആരംഭിക്കുന്നത് ഇതേപോലെയുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ടാണ്. അതിൽ നമ്മൾ ഓതി വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ആദ്യം വായിക്കുന്നത് അലിഫ് ലാം മീം. ഇത് അലിഫ് ലാം മീം. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അലിഫിനും ലാമിനും മീമിനും ചില നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ് എന്നവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആവാം എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും, റാസി ആവട്ടെ, ബൈലാവി ആവട്ടെ, ത്വബരി ആവട്ടെ, ഇബ്നു കസീർ ആവട്ടെ, അറബി ഭാഷാ പണ്ഡിതന്മാരായ ഖുർആന്റെ പ്രഗത്ഭരായ വ്യാഖ്യാതാക്കൾ പറയുന്നത് അല്ലാഹു അഅലം ബി മുറാദി, ഇതിന്റെ ഉദ്ദേശം അല്ലാഹുവിന് മാത്രമേ അറിയൂ.
പോവട്ടെ, നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അത് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഖുർആനിലെ അക്ഷരങ്ങൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതം ഉണ്ടാവുന്നുണ്ട്. അത് ഈ 2 ദിവസത്തെ പ്രസംഗത്തിൽ നമുക്ക് മുഴുവിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളയുകയാണ്. നമ്മുടെ ആ പ്രതിപാദ്യ വിഷയത്തിന് വേണ്ടി മാത്രം എടുക്കാം. ആ ഗ്രന്ഥം അഥവാ ഈ ഖുർആൻ ലാ റൈബ ഫീഹി. റൈബ് എന്ന അറബി വാക്കിന് ഡൗട്ട് എന്നാണ് അർത്ഥം. ഡൗട്ട് എന്ന് പറഞ്ഞാൽ സംശയം. ലാ എന്ന അക്ഷരം പുറത്തു വന്നു, മുമ്പിൽ വന്നു. അപ്പൊ ലാ റൈബ ഫീഹി, ഇത് അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയ ഗ്രന്ഥമാണെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. ഖുർആൻ പറയുന്നു. നിങ്ങൾക്ക് ഏത് ഭാഷാ പണ്ഡിതന്മാരെ കൊണ്ടും പരിശോധിപ്പിക്കാം, ഏത് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടും ഖുർആൻ വിശകലനത്തിന് വിധേയമാക്കാം. ഭൂതകാലത്തിന്റെ കണ്ണെത്താത്ത സീമകൾ ഒളിഞ്ഞുകിടക്കുന്ന ചരിത്രത്തിന്റെ ശകലങ്ങൾ എടുത്തുകൊണ്ടുവന്ന ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങളോട് സംവദിക്കുന്ന മസ്തിഷ്കത്തിന്റെ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തേടാം. ക്ഷീരപഥങ്ങളുടെയും താരാപഥങ്ങളുടെയും ഗാലക്സികളുടെയും കൊള്ളിമീനുകളുടെയും ഭ്രമണപഥങ്ങൾ പരിശോധിക്കുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ സഹായം നിങ്ങൾക്ക് തേടാം. നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ഖുർആൻ അപഗ്രഥനത്തിന് വിധേയമാക്കുമ്പോൾ ഏതൊരു ഭാഷാ പണ്ഡിതനും, ഏതൊരു ചിന്തകനും, ഏതൊരു ഗവേഷകനും, ഏതൊരു നിരീക്ഷകനും, ഏതൊരു പരിഷ്കർത്താവിനും, ഏതൊരു ബുദ്ധിജീവിക്കും പറയേണ്ടി വരും, ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനത്തെ ഗ്രന്ഥം ധരിക്കാൻ സാധ്യമല്ല എന്നുകൊണ്ട്. അതുകൊണ്ട് ലാ റൈബ ഫീഹി, ആര് നിഷ്പക്ഷതയോടുകൂടി ഖുർആൻ പരിശോധിച്ചാലും ഒരു മനുഷ്യനെ കൊണ്ടോ, ഒരു മനുഷ്യ സമൂഹത്തെ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടോ ഇതുപോലത്തെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന് തെളിയിക്കപ്പെടും. ഒരു സംശയവുമില്ല. ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അത് വിശ്വാസികൾക്ക് വഴികാട്ടിയാണ്. ഇപ്പൊ നമ്മൾ ഓതിയ ആയത്തുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് അടുക്ക ചിട്ടയോടുകൂടി തന്നെ വരാം. അതാ എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഖുർആനിന്റെ പ്രസ്താവനയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഇനി ഇതേ ആശയം ഖുർആൻ പല സ്ഥലത്തും ആവർത്തിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറ, യാസീൻ വൽ ഖുർആനിൽ ഹകീം, യുക്തിപൂർണമായ ഖുർആൻ തന്നെ സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് പ്രവാചകന്മാരിൽ പെട്ടയാൾ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങ് ചൊവ്വായ മാർഗ്ഗത്തിന്റെ മേൽ നിലകൊള്ളുന്നു നബിയേ. അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങ് ചൊവ്വായ മാർഗ്ഗത്തിന്റെ മേൽ നിലകൊള്ളുന്നു നബിയേ. വിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറയാണ്. അവിടെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഖുർആൻ ചെയ്തത്, ഖുർആനെ പിടിച്ച് സത്യം ചെയ്തു. വൽ ഖുർആനിൽ ഹകീം, ഹകീമായ ഖുർആൻ തന്നെ സത്യം. നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ വ്യക്തി യുവാവായും ബാലനായും നിങ്ങൾക്ക് പരിചയമുള്ള, ഖദീജയുടെ ഭർത്താവായി, ആയിഷയുടെ ഭർത്താവായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന, ഫാത്തിമാന്റെ വാപ്പയായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന, മക്കയിലെ കച്ചവടക്കാരനായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന, ഹിറാ ഗുഹയിൽ ലേഖനായിരിക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലചക്രത്തിന്റെ ഉദയാസ്തമയങ്ങൾക്ക് സാക്ഷി നിന്നുകൊണ്ട് പതഞ്ഞെടുക്കുന്ന യൂപ്പട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ തഴുകി മുന്നോട്ട് പോകുന്ന, പായക്കപ്പലിന്റെ മുകൾ ഭാഗത്ത് കൂടി പറക്കുന്ന പക്ഷികൾ പോലും സലാത്ത് ചൊല്ലുന്ന ആദരണീയനായ വ്യക്തി ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്ന പ്രവാചകനാണെന്നതിന്റെ തെളിവ് നിങ്ങളുടെ കൈവശമുള്ള ഖുർആൻ തന്നെ. വൽ ഖുർആനിൽ ഹകീം, യുക്തിപൂർണമായ ഖുർആൻ തന്നെ സത്യം. ഖുർആനെ മുന്നിലേക്ക് വെച്ചിട്ട് ഖുർആൻ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്നെങ്കിൽ ആ ഖുർആൻ തന്നെ സത്യം. ഇത് നബിയാണ്. എന്തർത്ഥമാണ് പറഞ്ഞത്? എന്തർത്ഥമാണത് പറഞ്ഞത്? നമ്മളിൽപ്പെട്ട എത്ര പേർക്ക് യാസീൻ ഓതാൻ അറിയാം? അതാ പ്രശ്നം. യാസീൻ എന്ന് ഓതാൻ, യാസീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം വരെ ചിലപ്പോൾ ഓതുന്നുണ്ട്. അതിന്റെ നിയമശാസ്ത്രം അനുസരിച്ച് കൊണ്ട് ഓതാൻ ആർക്കറിയാം? ഇവിടെ ഖുർആൻ അത് പറഞ്ഞു. ഇവിടെ യാസീൻ സൂറത്തിൽ അല്ലാഹു ഖുർആൻ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് റസൂലുള്ളാഹിന്റെ പ്രവാചകത്വത്തെ സ്ഥിരീകരിച്ചത്. ഇനി വേറെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചിലർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഖുർആനെ വിമർശിക്കാൻ വേണ്ടി. അപ്പൊ ഭ്രാന്തന്മാര് പറയുന്നത് ആരും ശ്രദ്ധിക്കണ്ടല്ലോ, അതുകൊണ്ട് മുഹമ്മദ് ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞു. വമാ സ്വാഹിബുകും ബിമജ്നൂൻ, നിങ്ങളോട് ഖുർആൻ പറയുന്ന, നിങ്ങളോട് പരലോകത്തെ കുറിച്ച് പറയുന്ന
നിങ്ങളോട് കുടുംബ ജീവിതത്തെ കുറിച്ച് പറയുന്ന, നിങ്ങളോട് സൽസ്വഭാവത്തെ കുറിച്ച് പറയുന്ന, ബുദ്ധിയെയും പ്രപഞ്ചത്തെയും ഒന്നാക്കിക്കൊണ്ട് സൃഷ്ടാവിന്റെ സന്നിധാനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മുഹമ്മദ് നബി ഭ്രാന്തനല്ല. വമാ സാഹിബുകും ബിമജ്നൂൻ. അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചിട്ടില്ല, അദ്ദേഹം ഭ്രാന്തനല്ല. ജുനൂൻ മജ്നൂൻ, ജുനൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, മജ്നൂൻ ഭ്രാന്തനല്ല. അപ്പൊ ചിലര് പറഞ്ഞു ഇത് മുഹമ്മദിന്റെ കവിതയാണ്, ഖുർആൻ എന്ന് പറഞ്ഞൊരു കവിതയാണ്. എന്തിനാ നിങ്ങളെ ശ്രദ്ധിക്കണം? അങ്ങനെ ആരോപണം നടത്തി. അതിന് മറുപടി കൊടുത്തു. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. സൂറത്ത് യാസീൻ. വമാ അല്ലംനാഹു അശ്ശിഅറ, കവിത നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലഹു, കവിത പഠിക്കേണ്ട ആവശ്യവും നബിക്കില്ല. വമാ അല്ലംനാഹു അശ്ശിഅറ, കവിത നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലഹു, ആ കവിത പഠിക്കേണ്ട ആവശ്യവും മുഹമ്മദ് നബിക്കില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ, അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാതെ മറ്റൊന്നുമല്ല. എത്ര കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. മറ്റു ചിലര് പറഞ്ഞു ഇത് സാത്താനിക് വേഴ്സസ് ആണ്, പിശാചിന്റെ വചനമാണ് എന്ന് പറഞ്ഞു. സൽമാൻ റുഷ്ദി ദ്വയാർത്ഥ പ്രയോഗത്തിൽ പറഞ്ഞു. നേരിട്ട് തന്നെ 14 നൂറ്റാണ്ടിന് മുമ്പ് ചില ഖുർആനിന്റെ ശത്രുക്കൾ പറഞ്ഞു. മറുപടി വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം, വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം, അതൊരു ശപിക്കപ്പെട്ട പിശാചിന്റെ വചനമല്ല, അതൊരു ശപിക്കപ്പെട്ട പിശാചിന്റെ വചനമല്ല. അപ്പോൾ കവിയാണ്, ഖുർആൻ കവിതയാണ്, അതുകൊണ്ട് അത് വായിക്കുന്ന മുഹമ്മദ് കവിയാണ് എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി കൊടുത്തു. ഭ്രാന്തനാണ്, അതുകൊണ്ട് ഭ്രാന്തന്റെ വചനം നിങ്ങൾ കേൾക്കണ്ട എന്ന് ചിലർ പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുത്തു. ഉച്ചനീചത്വവും പക്ഷപാതിത്വവും കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും കൈയടക്കി വെച്ച ഒരു സമൂഹത്തിന്റെ ഹൃദയാഭിത്തിയിലേക്ക് ചൂഷണത്തിന് വിരുദ്ധമായി സർവാധിപതിയായ അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു നാണയം പോലും പ്രതിഫലം വാങ്ങാതെ പാവപ്പെട്ടവന്റെ കണ്ണുനീർ തുള്ളികളിൽ മണിമാളികകൾ പണിഞ്ഞ ചൂഷക വർഗത്തിന്റെ ക്രൂരതയ്ക്കെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ ആചരിച്ചുകൊണ്ട് വെറുത്ത താളനിബദ്ധവും ഭാവഭംഗിയും രൂപഭംഗിയും ഒത്തിണങ്ങിയ പ്രകൃതിയുടെ വിലാസലോല ഭാവങ്ങളിൽ ഒഴുകി വരുന്ന രാഗതാള മേളങ്ങളെ മനുഷ്യ മനസ്സിന്റെ സപ്തകോണുകളിലും അവാച്യവും വർണ്ണനാതീതവുമായ അനുഭവം നികർത്തിയ വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന്റെ ശത്രുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായി മറുപടി കൊടുത്തു. ആ മറുപടി ഇപ്പോഴും ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഖുർആൻ ഒരു സ്ഥലത്ത് അത് ദൈവികമാണെന്ന് പ്രഖ്യാപിച്ചു. 2 ദൈവികമല്ല എന്ന് പറഞ്ഞവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഒരു ആയത്തോട് നമുക്ക് ഓതിയിട്ട് അടുത്ത രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. ഖുർആനത്ത് തന്നെ ഉണ്ടല്ലോ. നിങ്ങളാണെങ്കിൽ സംശയത്തിലാണെങ്കിൽ മിമ്മ ഒന്നിനെ സംബന്ധിച്ച് നമ്മുടെ ദാസന്റെ മേൽ നാം ഇറക്കിയ ഖുർആനിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവാ ഇതിനകത്തുള്ള അധ്യായങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അധ്യായത്തിന് സമാനമായത് കൊണ്ടുവരിക. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് കിട്ടാവുന്ന സഹായികളെ മുഴുവനും നിങ്ങൾ വിളിച്ചുകൊള്ളുക. ഗവേഷകന്മാരെയും ഭാഷാ പണ്ഡിതന്മാരെയും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഗവേഷകന്മാരെയും ഭാഷാ പണ്ഡിതന്മാരെയും ഈ നിരക്ഷരനായ പ്രവാചകൻ വായിച്ചു തരുന്ന ഖുർആനിനെ ഏതെങ്കിലും ഒരു സൂറത്തിന് തുല്യമായി നിർമ്മിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കൂട്ടുപിടിക്കാം. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. സാധ്യമല്ല എന്ന് ഖുർആൻ പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, നിങ്ങൾക്കത് സാധ്യമല്ല. എന്താണ് ഇത്രയും അത്ഭുതകരമായ വിധത്തിൽ, ഇത്രയും ശക്തമായ വിധത്തിൽ ഖുർആൻ അത് പ്രഖ്യാപിക്കുന്നത്? അതും ദൈവികമാണെന്നതിന്റെ തെളിവ് അതിനകത്ത് തന്നെയുണ്ട്.
നമ്മുടെ പൊക്കിൽ കൊടി നാം ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്നു എന്ന് തെളിയിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ ദൈവവചനമാണെന്ന് ആ ഖുർആൻ അകത്ത് തന്നെ അല്ലാഹു തആല തെളിയിച്ചിട്ടുണ്ട്. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. എങ്കിൽ എന്താണ് ഇത്, എങ്ങനെയാണ് വന്നത്? അങ്ങനെ മനുഷ്യന് ദൈവവചനം വരുമോ? പ്രശ്നം ഒരുപാട് ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 5 ഇന്ദ്രിയങ്ങളാണ്. വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളാണ് അല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കാം. കണ്ണ് കാണാൻ ഉപയോഗിക്കുന്നു, പക്ഷേ കണ്ണുകൾക്ക് എല്ലാം കാണാൻ കഴിയില്ല. ഉറപ്പല്ലേ? കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് വസ്തുക്കളുണ്ട് ഇല്ലേ? ഒന്ന് പറയാമോ കണ്ണുകൾ കാണാൻ പറ്റാത്ത? എന്താണ്? ഇലക്ട്രിസിറ്റി, കറണ്ട് അല്ലേ? വായു കാണാൻ പറ്റുമോ? അപ്പൊ കണ്ണ് എല്ലാം കാണുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. കാതുകൾ കേൾക്കാൻ സഹായിക്കുന്നതാണ്. എല്ലാം കേൾക്കുമോ? ഇല്ല. 20 kHz മിനിമം നമുക്ക് കേൾക്കാൻ പറ്റും. അതിന് താഴെ ശബ്ദമുണ്ട്, അത് കൊതുകുകൾക്ക് കേൾക്കാം. 20 kHz സൗണ്ടിന്റെ താഴെയുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല, പക്ഷെ കൊതുകുകൾക്ക് കേൾക്കാം. എന്ന് വെച്ചിട്ട് കൊതുകിന്റെ പേര് ഫാത്തിഹ ഓതണ്ട. കൊതുകിനത് കേൾക്കാൻ പറ്റും. ഇപ്പോ കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ഒരു പുതിയ യന്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു അത്രേ. പുകയൊന്നും വേണ്ട, ഒരു സൈസ് ശബ്ദം ഉണ്ടാക്കി കൊതുകിനെ പേടിപ്പിക്കാം. അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഉറങ്ങുന്ന ആളിനത് കേൾക്കാൻ പറ്റില്ല. ഉറങ്ങുന്ന ആളിനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന കൊതുകിന് കേൾക്കാൻ കഴിയുമെന്നാണ്. അതേപോലെ തന്നെ മനുഷ്യനും കേൾക്കാൻ കഴിയുന്ന പരമാവധി ശബ്ദമുണ്ട്. 200-ൽ താഴെയാണ് kHz. എന്നാൽ വാമ്പയറുകൾക്ക്, വവ്വാലുകൾക്ക് കണ്ണില്ലാത്ത വവ്വാലുകളുടെ കൂട്ടത്തിൽ കണ്ണുള്ളതിന് ഒരു വർഗത്തിനാണ് അത്ര 1000-ൽ പരം ഇനം വവ്വാലുകളുണ്ട് അത്രേ. അതിൽ കണ്ണ് ഭൂരിഭാഗം വാമ്പയറുകൾക്കും വവ്വാലുകൾക്കും കണ്ണില്ല. ആ വവ്വാലുകൾക്ക് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതിന്റെ 10 ഇരട്ടിയോളം ആവർത്തി കേൾക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെല്ലാം കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വളരെ ശ്രദ്ധിക്കണം. എല്ലാം കാണാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ മൂക്കിന്റെ അവസ്ഥ. നമുക്കെല്ലാം മണത്തറിയാൻ പറ്റുമോ? ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ മണപ്പിച്ചാൽ ഒന്നും അറിയില്ല. അവന്റെ മൂക്കിൽ കുറച്ച് പൊടി കയറും എന്നതല്ലാതെ വേറെ ഫലം ഒന്നുമില്ല. നേരെ മറിച്ച് ഒരു നായ, ആ നായയുടെ കഴുത്തിൽ ഒരു തുടൽ ഉണ്ടാവാം, ആ തുടൽ കുറച്ച് നീട്ടിയുണ്ടാവാം. ആ തുടൽ ഒരു മനുഷ്യൻ പിടിക്കുന്നു, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ പിടിക്കുന്നു. ഒരു അനിഷ്ട സംഭവം നടന്ന, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് ആ നായ കൊണ്ടുവരുമ്പോൾ ആ നായ ഒന്ന് മണപ്പിക്കുന്നു, നായ മുന്നോട്ട് പോകുന്നു, അതിന്റെ പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നു, അതിന്റെ പിന്നാലെ അതിനെ മേയ്ക്കുന്ന ആള് പോകുന്നു. അപ്പൊ നായ സൂചന കൊടുക്കുന്നു, ഘാതകൻ ഈ സ്റ്റോപ്പ് വരെ വന്നു, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കാണ് ഓടിയത്. അപ്പോൾ ഇവിടെ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ മണത്താൽ ഒന്നും അറിയാത്തത് ഒരു നായയ്ക്ക് മണക്കാൻ കഴിയുന്നു. ശ്രദ്ധിക്കണം. അതേപോലെയാണ് നാവിന്റെ അവസ്ഥ. നാമ നമുക്ക് സിട്രിക് ആസിഡ്, നാരങ്ങയുടെ നീര് സിട്രിക് ആസിഡ് ആണ്. നാക്കിൽ വെച്ച് നമുക്ക് പറയാം ഇതൊരു പുളിയുണ്ട് എന്ന്, ഒരു രസമുണ്ടെന്ന് പറയാം. വെറ്റിലയുടെ നീര് നാവിൽ വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് പറയാം. പക്ഷേ പൊട്ടാസ്യം സയനൈഡ് നാവിൽ വെച്ചാൽ വെച്ച് കഴിയുന്നതിനൊപ്പം ടേസ്റ്റ് പറയുന്നതിന് മുമ്പ് ആള് മരിച്ചു. ശരിയല്ലേ? ഉപയോഗിച്ചു നോക്കണ്ട, ആരും ഉപയോഗിച്ചു നോക്കരുത്. പൊട്ടാസ്യം സയനൈഡ് വളരെ ശ്രദ്ധിക്കണം. ഇത് നാക്കിനകത്തോട്ട് ഒരാൾ വെച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഇന്നതാണ് എന്ന് പറയുന്നതിന് മുമ്പ് ആള് മരിച്ചു. അപ്പോൾ ഭൂമിയിലെ എല്ലാ പദാർത്ഥത്തിന്റെ രുചിയും ആസ്വദിക്കാൻ നാവിന് കഴിയില്ല. അപ്പോൾ എല്ലാം കാണാൻ കഴിയാത്ത കണ്ണുകൊണ്ടും, എല്ലാം കേൾക്കാൻ കഴിയാത്ത കാതുകൊണ്ടും, എല്ലാം മണത്തറിയാൻ കഴിയാത്ത മൂക്കുകൊണ്ടും, എല്ലാം രുചിച്ചറിയാൻ കഴിയാത്ത നാവുകൊണ്ടും, എല്ലാം സ്പർശിച്ചെടുക്കാൻ പറ്റാത്ത കൈകൊണ്ടും, കൈക്കെല്ലാം സ്പർശിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. തെളിവുകൾ ഒരുപാടുണ്ട്. ഇതുകൊണ്ട് ആർജിച്ച അറിവ് ബുദ്ധിക്ക് നൽകുമ്പോൾ ബുദ്ധിക്ക് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത്, ബുദ്ധിക്ക് കിട്ടിയ അറിവ് പൂർണ്ണത പ്രാപിക്കാത്ത ഇന്ദ്രിയത്തിൽ നിന്നാണ്. പൂർണ്ണത പ്രാപിക്കാത്ത ഇന്ദ്രിയത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് ബുദ്ധി വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ബുദ്ധി നൽകുന്ന റിസൾട്ട് 100% സക്സസ് അല്ല, 100% സത്യസന്ധമല്ലാതെ ഇത് യുക്തിഭദ്രമല്ലേ, ബുദ്ധിയല്ലേ? ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നിങ്ങൾ ശരിക്കും വിലയിരുത്തണം. നിങ്ങൾ തത്വചിന്തകന്മാരാണ്, വായിക്കുന്നവരാണ്, വിദ്യാർത്ഥികളാണ്, ബിരുദധാരികളാണ്. ഞാൻ പറയുന്നതിനകത്ത് ആശയപ്പൊരുത്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, സമ്മതിക്കാം.
വിരോധമില്ല. നമ്മൾ അറിവുകൾ പരസ്പരം കൈമാറുന്നു എന്ന് മാത്രം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരിമാർ ക്ഷമിക്കാൻ, ഞാൻ ചരിത്രമൊക്കെ പറഞ്ഞു തരാം. വെറുതെ അല്ല ഭാര്യ, വെറുതെ ആണോ ഭാര്യ ഒക്കെ പറയാം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസ്ലാം വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞു. ഇസ്ലാമിൽ വെറുതെ അല്ലാത്ത ഭാര്യ ഉണ്ട്. അത് നമുക്ക് പരിചയപ്പെടണം. ഖുർആനകത്ത് വന്നു. പക്ഷേ 2 ദിവസം പോലെ സബ്ജക്ട് പറയാൻ 8-10 ദിവസം വേണ്ടതാ. എനിക്കും നിങ്ങൾക്കും അതിന്റെ ഡേറ്റുകളില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് ലോകത്തുള്ള പല ഭരണഘടനകളും തിരുത്തപ്പെടുന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസം കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത്. നാം ആദരിക്കുന്നു, നമ്മൾ ഇന്ത്യൻകാരാണ്. നമ്മുടെ ഭരണഘടനയെ നാം ആദരിക്കുന്നു, നമ്മുടെ രാജ്യത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഹിന്ദുവോ മുസ്ലിമോ വ്യത്യാസമില്ല. All persons are equally entitled to freedom of conscience and the right to freely practice and propagate religion. ഭാരതത്തിൽ നമ്മുടെ മൗലികാവകാശത്തിൽ എഴുതി ചേർത്തതാ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മതത്തിൽ വിശ്വസിക്കാം, അത് ആചരിക്കുകയും ചെയ്യാം. അത് നമ്മുടെ ഭരണഘടന നമുക്ക് തന്ന സ്വാതന്ത്ര്യമാണ്. ആ ഇന്ത്യയുടെ ഭരണഘടന 2 വർഷവും 11 മാസവും 17-18 അഭിപ്രായവ്യത്യാസമുണ്ട്. അത്രയും ദിവസങ്ങൾ കൊണ്ട് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, ഡോക്ടർ കെ മുൻഷി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയ ബുദ്ധിമാന്മാര് നിരീക്ഷിച്ച് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മറ്റും ഭരണഘടനകളും ബാക്കി ലോകത്തുള്ള പല ഭരണഘടനകളും പരിശോധിച്ചിട്ട് വിവിധ മതക്കാരും ജാതികളും താമസിക്കുന്ന എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന ഇന്ന് 2012-13 ആകുമ്പോൾ അതിൽ 90-ലധികം അല്ലെങ്കിൽ 100-ലധികം ചില ഭാഗങ്ങൾ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 2013-ലെത്തുന്ന മനുഷ്യന് 1950 ജനുവരി 26 റിപ്പബ്ലിക് ആക്കപ്പെടുന്ന ഭരണഘടനാ സമയത്ത് അന്നത്തെ ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനുഷ്യന്റെ ഒരു കുറവാണ്. അവരുടെ പൂർണ്ണത സമ്മതിച്ചുകൊണ്ട് പറയും, ഇത് ലോകത്തുള്ള എല്ലാ പ്രത്യശാസ്ത്രം എഴുതിയവർക്കും സംഭവിച്ചതാണ്. ഞാൻ ഒരു ഭരണഘടനയെ കുറിച്ച് മാത്രമല്ല, ലോകത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ഏതൊരു പ്രത്യശാസ്ത്രമുണ്ട്, ആ പ്രത്യശാസ്ത്രം നിർമ്മിച്ച ആൾക്കാരെ മുഴുവനും നോക്കിയാൽ അത് പിന്നീട് പലതും തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ലൈസേഫർ സിദ്ധാന്തം, മുതലാളിത്ത വ്യവസ്ഥതയുടെ ആണിക്കല്ലാണ് ലൈസേഫർ സിദ്ധാന്തം. ഒരു ഗവൺമെന്റ് രാജ്യരക്ഷ, ക്രമസമാധാനം, നീതി നിർവഹണം, വിദ്യാഭ്യാസം ഇത് മാത്രമേ ഇടപെടാൻ പാടുള്ളൂ. ബാക്കി മുഴുവനും വ്യക്തികൾക്ക് കൊടുക്കണമെന്നതാണ് ഡോക്ടർ ആഡം സ്മിത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. രാജ്യരക്ഷ, ക്രമസമാധാനം, നീതി നിർവഹണം, ആശുപത്രി, സ്കൂൾ ഇത് മാത്രമേ ഗവൺമെന്റ് ഇടപെടാൻ പാടുള്ളൂ. ബാക്കി മുഴുവനും വ്യക്തികൾക്ക് കൊടുക്കണം. വ്യക്തികൾ ഇഷ്ടപ്പെട്ടത് അവര് ഉൽപ്പാദിപ്പിക്കട്ടെ, മാർക്കറ്റിൽ വിൽക്കട്ടെ. നോ റെസ്പോൺസിബിലിറ്റി ഫ്രം ഗവൺമെന്റ്. ഗവൺമെന്റ് അതിനകത്ത് ഉത്തരവാദിത്തമില്ല. പക്ഷേ ഗവൺമെന്റ് അവിടെ ഇടപെടണം. എങ്ങനെ? ഇത് രാജ്യരക്ഷയ്ക്ക് പറ്റിയതാവണം, ക്രമസമാധാനത്തിനെതിരാവരുത്, നീതി ഉണ്ടാവണം, അത് ശ്രദ്ധിക്കാം. ബാക്കി 4 വിഷയത്തിലാവാൻ പാടില്ല. പക്ഷേ ഡോക്ടർ ആഡം സ്മിത്തിന്റെ ബുദ്ധിയിൽ അദ്ദേഹം നിരവധി അനുഭവങ്ങളുടെ ഗവേഷണ ഫലമായി എഴുതി വെച്ച ലൈസേഫർ സിദ്ധാന്തം ആഗോള സാമ്പത്തിക മാന്ദ്യം നേരിട്ട സമയത്ത് അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ പ്രായോഗിക തലത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ പലതും അവർക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഉദാഹരണം പറയുന്നില്ല. ലോകത്തുള്ള പല പ്രത്യശാസ്ത്രങ്ങളുടെയും അവസ്ഥ അത് തന്നെ. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിത പദ്ധതിക്ക് മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ വികാരങ്ങളും അവന്റെ വിചാരങ്ങളും അവന്റെ രൂപവും അവന്റെ ഭാവവും അവന്റെ അനുഭവങ്ങളും അവന്റെ പരിവർത്തനങ്ങളും അവന്റെ ചിന്തയും അറിയുന്നത് സൃഷ്ടാവിന് മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഭൗതിക ആത്മീയ പുരോഗതിക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുക എന്നത് മനുഷ്യന് പൂർണ്ണമല്ല എന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് സൂര്യചന്ദ്രനെ സൃഷ്ടിച്ച രാജാതിരാജനായ അല്ലാഹു മനുഷ്യനാവശ്യമായി ഒരു നിയമം സംവിധാനം ചെയ്യുന്നു. ആ നിയമമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ നിയമ സംഹിതയിൽ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയ 3 വേദഗ്രന്ഥങ്ങൾ അല്ലാഹു ഖുർആന് മുമ്പ് നൽകി. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എന്ന വേദഗ്രന്ഥങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ചില പ്രവാചകന്മാർക്ക് ഏടുകൾ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കൂടി സുഹുഫ് എന്നൊക്കെ അറബികളിൽ ഖുർആനിൽ കാണുന്ന ചില ഏടുകൾ കൊടുത്തു അത്രേ. അങ്ങനെ ഇതെല്ലാം കൊടുത്തു. അങ്ങനെ ഇതെല്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവസാനമായി ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനും വന്നു. എന്തുകൊണ്ടാണ് ഈ ഖുർആൻ മറ്റുള്ള വേദഗ്രന്ഥങ്ങളുമുള്ള വ്യത്യാസം? അവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഉറങ്ങുന്നില്ലല്ലോ? ഉറങ്ങുന്നുണ്ടോ? വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കട്ടെ. ഈ സബ്ജക്റ്റിന് ഡൗട്ട് ചോദിക്കാം. ഇന്ത്യയിലെ 6ാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ചോദിക്കരുത്. ഈ സബ്ജക്റ്റിൽ അതാ ഞാൻ പറഞ്ഞത്.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. തൗറാത്ത് വന്നു മൂസ അലൈഹിസ്സലാമിന്, ഇഞ്ചീൽ വന്നു ഈസാ അലൈഹിസ്സലാമിന്, സബൂർ കൊടുത്തു ദാവൂദ് അലൈഹിസ്സലാമിന്. ഇത് കൂടാതെ തന്നെ കുറെ ഏടുകളും അല്ലാഹു കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ. ആഖിറത്തിൽ മാത്രമാണ് മനുഷ്യൻ രക്ഷപ്പെടാനിരിക്കുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും സംസ്കരിക്കുകയും അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്തവൻ അവനാണ് വിജയിച്ചിരിക്കുന്നത്. ഇത് ഖുർആനിൽ മാത്രമല്ല, അല്ലാഹ് പറയുന്നു ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ. അല്ലാഹുവിന്റെ നബിയെ, ഇത് അങ്ങയ്ക്ക് മാത്രമല്ല, അങ്ങയ്ക്ക് പ്രത്യേകമായി നൽകുന്നതല്ല ഈ ആശയം. ആദ്യത്തെ ഏടിൽ നാം ഇത് നൽകിയിട്ടുണ്ട്. സുഹുഫി ഇബ്രാഹീമ വമൂസ. ഇബ്രാഹീമിന് നാം നൽകിയ, മൂസാക്ക് നാം നൽകിയ ഏടുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങയ്ക്ക് മാത്രമല്ല, അങ്ങയ്ക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും ഇതുപോലെ നാം ഏടുകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി. മുഹമ്മദ് നബി ഇറക്കപ്പെട്ടതുകൊണ്ട് മുഹമ്മദ് നബി വിശ്വസിച്ചു. ബാക്കിയുള്ള മുഅ്മിനീങ്ങളും പ്രവാചകന് മുമ്പുള്ള സർവ്വ പ്രവാചകന്മാരെ കൊണ്ടും എല്ലാ നബിമാരെ കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനിന് മുമ്പ് 3 വേദഗ്രന്ഥങ്ങളും പല ഏടുകളും വന്നു. എന്നാൽ ആ ഏടിലും വേദഗ്രന്ഥങ്ങളിലും മൗലികമായി പറഞ്ഞ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവൻ മാത്രമാണ് ആരാധനയ്ക്കർഹൻ, ബാക്കിയുള്ളവർ മുഴുവനും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന പ്രമേയത്തിൽ അതിനുവേണ്ടി നിലകൊണ്ട പ്രവാചകന്മാരുടെ തത്വസംഹിതയിൽ നിന്ന് പിൽക്കാലത്ത് സ്വജനപക്ഷപാതികൾ പിന്മാറിയിട്ട് അവരുടേതായ വകകൾ അതിനകത്ത് കുത്തി നിറച്ചിട്ട് പ്രവാചകന്മാരെ ദൈവങ്ങളാക്കി. ആകാശത്തെ നക്ഷത്രങ്ങളെയും അതേപോലെ തന്നെ ഗ്രഹങ്ങളെയും അതേപോലെ തന്നെ പ്രകൃതി ശക്തികളെയും എല്ലാം ദൈവത്തിന്റെ അല്ലാഹുവിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു വെച്ചു. അങ്ങനെ തൗഹീദ് എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിന്റെ ആശയത്തിൽ നിന്ന് മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികൾ പലരും തള്ളിപ്പോയി. അവസാനം മുഹമ്മദ് നബി ഇസ്ലാമത പ്രബോധനമായി വരുന്ന സമയത്ത് വിശുദ്ധ കഅബത്തിന്റെ മുകൾ ഭാഗത്ത് തന്നെ നിരവധി വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. അതേപോലെ തന്നെ ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ പെൺമക്കളാണെന്ന് പറയുന്ന, അങ്ങനെ പലതരത്തിൽ സൃഷ്ടികളെ ദൈവമായി സങ്കല്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതൊക്കെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയത്തിനെതിരാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കിറക്കിയ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു വ്യക്തമാക്കി. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. നബിയേ മാ കാന ഇബ്രാഹീമു യഹൂദിയ. ഇബ്രാഹീം ഒരു യഹൂദിയായിരുന്നില്ല. വലാ നസ്റാനിയ. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയും ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇർജമാനസനായ ഒരു സത്യവിശ്വാസിയായിരുന്നു, ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ആ പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ മനുഷ്യന്മാരെയോ ദൈവങ്ങളാക്കുന്നുവെങ്കിൽ അങ്ങവരോട് പറയൂ നബിയേ, യാ അയ്യുഹന്നാസു ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വല ബിജ്തമഉ ലഹു വയസ്ലുബുഹും ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ ദഅഫ താലിബ് വൽ മത്ലൂബ് മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. വിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ.
യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത് ഹജ്ജ് സൂറത്തിലുണ്ട്. ഓ ജനങ്ങളെ, ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു, നിങ്ങൾക്കൊരു ഉപമ പറഞ്ഞു തരാം, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കൂ. ആയതിനർത്ഥം ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നവയുണ്ടല്ലോ, ലൻ യഖ്ലുഖൂ ദുബാബൻ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല അവർക്ക്. ദുബാബ് എന്ന് പറഞ്ഞ ഈച്ചയാണ്. ലൻ യഖ്ലുഖൂ ദുബാബൻ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല. വല വിജിത്തമഊല, അതിനുവേണ്ടി അവർ ഒന്നടങ്കം ഒരുമിച്ച് കൂടിയാലും, എല്ലാവരുടെ കഴിവും അതിനുവേണ്ടി വിനിയോഗിച്ചാൽ പോലും ഒരു ഈച്ചയ്ക്ക് ആത്മാവ് കൊടുക്കാൻ പറ്റാത്തവരവര്. ഈച്ച വല്ലതും അവരിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പറന്നുപോയാൽ ഈച്ചയിൽ നിന്നത് തിരികെ വാങ്ങാനും അവരെ കൊണ്ട് സാധ്യമല്ല. ഈച്ചയിൽ നിന്നത് തിരിച്ചു വാങ്ങാനും അവരെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് ദൈവം എന്ന് വിളിക്കാൻ പറ്റോ? അല്ലാഹ് ചോദിച്ചു, ഇങ്ങനെ ഉള്ളവരെ ഒന്നടങ്കം അവർ ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ച ചത്തുപോയാൽ ഈച്ചക്ക് ആത്മാവ് കൊടുക്കാൻ അവർക്ക് സാധ്യമല്ല. ആ സാധ്യമല്ലാത്തവർക്ക് നിങ്ങൾ ദൈവം എന്ന സ്ഥാനം കൊടുക്കാൻ സാധിക്കുമോ? യുക്തിയോട് ഖുർആൻ സംസാരിച്ചു, ബുദ്ധിയോട് സംസാരിച്ചു, യുക്തിപരമായി ഖുർആൻ സംവദിച്ചു. അല്ലാഹുവിനെ വേണ്ടതുപോലെ അവരെ പരിഗണിച്ചിട്ടില്ല എന്നുകൂടി പറഞ്ഞു. ഖുർആന്റെ ഈ സൂക്തം അവരുടെ മനസ്സുകൾ ശരിക്കു കൊണ്ടു, ഹൃദയത്തിന്റെ ഭിത്തിയിൽ ശരിക്കു വന്ന് തളച്ചു. അവസാനം അവർക്ക് സത്യം മനസ്സിലായി. മുഹമ്മദ് നബിയുടെ കയ്യിൽ വന്ന് പിടിച്ചു, ഷഹാദത്ത് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാതെ നിസ്കരിക്കുന്നല്ല റസൂലുള്ളാഹ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും നിസ്കരിക്കാൻ പറയും. തൗഹീദ് ശരിയാവാ, നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല. അതല്ലേ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, അതല്ല. ആദ്യം അള്ളാഹിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തി, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. ഒരാളെ വന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, ഞങ്ങളുടെ ദൈവം സ്വർണത്തിൻ്റെതാണ്, ഞങ്ങളുടെ ദൈവം വെള്ളിയുടേതാണ്. മുഹമ്മദ് പരിചയപ്പെടുത്തുന്ന അള്ളാഹു സ്വർണത്തിൻ്റെതോ വെള്ളിയുടേതോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ, നബിയെ അങ്ങ് പറയണം, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, പരാശ്രയമില്ലാത്തവനാണ്. ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല. മലക്കുകളോ പ്രവാചകന്മാരോ അല്ലാഹുവിന് ആവശ്യമില്ല. അവൻ സൃഷ്ടിക്കുന്നു, അവൻ സംഹരിക്കുന്നു, അവൻ സംരക്ഷിക്കുന്നു. ഒരു നബിയെയും അവൻ ആവശ്യമില്ല, ഒരു മലക്കിനെയും അവൻ ആവശ്യമില്ല, ഒരു ഭൂതവർഗത്തെയും അവൻ ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവനൊരു ഉമ്മയില്ല ഉമ്മ എന്ന് വിളിക്കാൻ, അവനൊരു പിതാവില്ല പിതാവേ എന്ന് വിളിക്കാൻ. അതുകൊണ്ട് അവൻ ഉമ്മയും അപ്പയും ഉള്ള ഒരു കുട്ടിയല്ല. അതേപോലെ തന്നെ അവനെ പിതാവേ എന്ന് വിളിക്കാൻ അവന് കുട്ടിയില്ല. അവൻ വിവാഹിതനല്ല, അതിന്റെ ആവശ്യവുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഈ അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. പരിശുദ്ധ ഖുർആനിൽ ഇഖ്ലാസ് സൂറത്ത് ഇറങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകത മഹാന്മാര് പറയുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഒരുപാടുണ്ട്. ഒരു സംഭവം മാത്രം സന്ദർഭോചിതമായി സൂചിപ്പിക്കട്ടെ. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞ സംഭവമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫാനെ കാണാൻ മദീന പള്ളിയിൽ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു അത്രേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിൽ ജിബ്രീലിന്റെ പേര് ആദ്യമായിട്ടാണ് പറയുന്നത്, അല്ലേ? നേരത്തെ പറഞ്ഞോ ഇല്ല, പറഞ്ഞ ആദ്യമായിട്ട് പറയാൻ പോ. ആരാ ജിബ്രീൽ? വരൂ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ, മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹം വരുന്നു റസൂലുള്ളാഹിന്റെ അടുത്ത്. പള്ളി മദീനയാണ്. റസൂലുള്ളാഹി ഇരിക്കുന്നു, കുറെ സഹാബാക്കളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളുടെ പേര് പ്രത്യേകിച്ചെടുത്തുകൊണ്ട് ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഇത് അബൂദർ അൽ ഗിഫാരി അല്ലേ? ഗിഫാർ ഗോത്രക്കാരനായ അബൂദർ അല്ലേ ഈ ഇരിക്കുന്നത്? റസൂലുള്ളാഹിന് സന്തോഷായി. നബി തങ്ങൾക്ക് അല്പം അത്ഭുതവും ഉണ്ടായി. കാരണം വേറെ ഒരുപാട് ആൾക്കാർ ആ സദസ്സിലുണ്ടായിട്ട് അബൂദറിനെ മാത്രം എന്താണ് ജിബ്രീൽ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, എന്താണ് ഇവർ ഇത്രയും പേർ ഈ സദസ്സിലുണ്ടായിട്ട് ഈ അബൂദറിനെ കുറിച്ച് മാത്രം ചോദിക്കാൻ കാരണം? ജിബ്രീൽ പറഞ്ഞു, നബിയേ,
ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് ആകാശലോകത്തെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആകാശലോകത്തെ മലക്കുകൾ ഇദ്ദേഹത്തെ പ്രശംസിക്കാറുണ്ട്. ആകാശലോകത്തെ മലക്കുകൾ ഇദ്ദേഹത്തെ ആദരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും ആകാംക്ഷയായി. നബി ചോദിച്ചു, എന്താ എന്റെ അനുചരന്മാരിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇത്ര വലിയ പ്രത്യേകത? അപ്പോൾ പറഞ്ഞു, നബിയേ, ഇദ്ദേഹത്തിന് എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന പതിവുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഈ സൂറത്ത് ഓതുന്ന പതിവുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം അല്പം പോലും വെറുതെ ഇരിക്കുന്ന സ്വഭാവക്കാരനല്ല. ഇത് ഇദ്ദേഹത്തിന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടം. എനിക്ക് മാത്രമല്ല, വാനലോകത്തെ മലക്കുകൾ പോലും ഇദ്ദേഹത്തെ പ്രശംസിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ഇമാം റാസി തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് എപ്പോഴും ഒന്ന് നല്ലതാ, തൗഹീദ് ഉറക്കാൻ നല്ലതാ. വളരെ ശ്രദ്ധിക്കണം, ആ പോയിന്റ് നിങ്ങൾ വിട്ടുപോകരുത്. പരിശുദ്ധ ഖുർആൻ ശക്തമായി മുൻ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച തൗഹീദിൽ നിന്ന് ജനങ്ങൾ അങ്ങോട്ട് മാറിയപ്പോ ആ തൗഹീദിലേക്ക്, ശരിയായ തൗഹീദിലേക്ക് ഖുർആൻ കൊണ്ടുവന്നു. അത് പുതിയൊരു ആശയമല്ല, മുൻ പ്രവാചകന്മാര് പഠിപ്പിച്ച ആശയമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ, നിങ്ങള് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് എന്നിട്ട് മറിയം ബീവിന്റെ പേര് പറഞ്ഞ റളിയല്ലാഹു അൻഹ, ഉറങ്ങിയോ നിങ്ങള്? വിഷയം മനസ്സിലാവുന്നുണ്ടോ? ചരിത്രം ഇല്ല എന്നുള്ള സങ്കടം ഉണ്ടോ? കഥ പറയാൻ സമയമില്ലാത്തതുണ്ടോ? ഒരു ദിവസത്ര ഒരുപാട് കാര്യം പറയേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഈസാ നബിന്റെ ഉമ്മ. നിങ്ങൾ അമേരിക്ക പോട്ടെന്ന് പറഞ്ഞേ, അവര് പറയും, ഓ പരിശുദ്ധ മറിയം, സന്തോഷമായി, നമുക്ക് സന്തോഷമായി. ഇസ്രയേൽ എന്ന രാജ്യത്ത് പോയിട്ട് നിങ്ങൾ മറിയം ബീവിന്റെ പേര് പറഞ്ഞേ, അവരെ മുഖം അങ്ങോട്ട് ചുളിയും. നമ്മൾ അങ്ങനെ പേര് പറയുമ്പോൾ ആദരവോടുകൂടിയാണ് പറയുന്നെങ്കിൽ തീക്ഷ്ണമായിട്ടൊന്ന് നോക്കും നമ്മളെ. ഒന്ന് തീക്ഷ്ണമായിട്ട് നോക്കും. കാരണം അമേരിക്കയിലെ ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ മാതാവാണ് മറിയം എന്ന്. ഇസ്രയേൽക്കാർ വിശ്വസിക്കുന്നത് മറിയം ബീവി ഒരു വൃത്തികെട്ട സ്ത്രീയായിരുന്നു എന്നാണ്. നഊദുബില്ലാഹ്. അവർക്ക് അവിഹിത വേഴ്ചയിൽ ജനിച്ച കുട്ടിയാണ് ജീസസ് എന്ന് അവർ പറയും. അദ്ദേഹം പ്രവാചകനല്ല, അവിഹിത വേഴ്ചയിലുണ്ട കുട്ടി എന്ന് പറയാം. ഈ രണ്ട് കൂട്ടരും ചേർന്ന് ഷൂട്ട് ചെയ്ത് മരിച്ചു വീഴുന്ന ഫലസ്തീനിലെ മക്കളുടെ പോക്കറ്റ് ഇരിക്കുന്ന മുസാഫ് എടുത്താൽ ആ മുസാഫിനകത്ത് മറിയം ബീവിയെ കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധയായ സ്ത്രീ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഖുർആനിൽ ഒരൊറ്റ സ്ത്രീയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മറിയം ബീവിന്റെ പേരാ. അവരെ ആദരിക്കേണ്ടതുപോലെ ഖുർആൻ ആദരിച്ചു. അവർ ബൈബിളിലെ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു എന്ന മത്തായിയുടെ സുവിശേഷം പറയുന്നതിനേക്കാൾ ഭംഗിയായി മറിയമിന്റെ ഗർഭവും ഈസാന്റെ ജനനവും ഖുർആൻ പറഞ്ഞു. The gospel according to Matthew, the gospel according to John, the gospel according to Lucas, and the gospel according to Marcos. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ 4 സുവിശേഷങ്ങൾ വീതം വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ മത്തായിയുടെ സുവിശേഷത്തിലാണ് യേശുവിന്റെ ജനനം പറയുന്നത്. അതിനേക്കാൾ വളരെ ഭംഗിയായി ഖുർആൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ദൈവത്തിന്റെ അവതാരാണെന്നോ ദൈവപുത്രനാണെന്നോ ഖുർആൻ അംഗീകരിക്കില്ല. ആദരിക്കേണ്ടത് ആദരിക്കും. ഇപ്പൊ മറിയം ബീവി, ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ ഭാര്യ ഖദീജാന്റെ പേര് ഖുർആനകത്തില്ല, ചരിത്രത്തിലേ ഉള്ളൂ, ഖുർആനിൽ പേരില്ല. എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് റസൂല് പറഞ്ഞ ബഹുമാനപ്പെട്ട ബേബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേര് ഖുർആനിൽ ഒരു സ്ഥലത്തുമില്ല. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് ഖുർആനിൽ ഒരു പേജിലുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ആമിന ബീവിയുടെ പേര് ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലുമില്ല. റസൂലുള്ളാഹിന് പാല് കൊടുത്ത ഹലീമ ബീവിയുടെ പേര് ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലുമില്ല. ഖുർആനിൽ ഒരേ ഒരു പെണ്ണിന്റെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയമാണ്. ഒരു സൂറത്തിന്റെ പേരും അത് തന്നെയാണ്. ഈസാന്റെ ജനനം പറഞ്ഞു, വദ്കുറു ഫിൽ കിതാബി മറിയമ ഇദ് ബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ,
കിഴക്ക് ഭാഗത്തേക്ക് മറിയം പോയി. അങ്ങനെ മറിയമിന്റെ മുമ്പിൽ ഒരാൾ വന്നു, ഒരു ചെറുപ്പക്കാരൻ വന്നു നിൽക്കുന്നു. ഖുർആനാണ് പറഞ്ഞത്, മറിയം സൂറയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ മറിയം ബീബി ചോദിച്ചു, നിങ്ങൾ എന്താണ് പെണ്ണുങ്ങൾ നിൽക്കുന്നിടത്ത് ആണുങ്ങൾക്ക് കാര്യം? വന്നയാള് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, നിങ്ങൾക്കൊരു കുട്ടിയെ തരാനാണ് ഞാൻ വന്നത്. മറിയം തിരിച്ചു ചോദിച്ചു, എനിക്ക് കുട്ടിയോ? എന്തൊരു കാര്യങ്ങൾ എന്നോട് പറയുന്നത്? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ, എന്നെ ഒരു പുരുഷൻ ഇതുവരെ തൊട്ടിട്ട് പോലുമില്ല. ഞാനാണെങ്കിൽ ഒരു മോശം പെണ്ണുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുന്നത്? എന്നോട് നിങ്ങൾ എന്ത് മോശമാ സംസാരിക്കുന്നത്? വന്നയാള് പറഞ്ഞു, പെണ്ണെ, നീ പറഞ്ഞത് ശരിയാ, നീ പരിശുദ്ധയാ, നിന്നെ ഒരു പുരുഷൻ ഇതുവരെ തൊട്ടിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം. ഒരു പുരുഷൻ ഇതുവരെ നിന്നെ സ്പർശിച്ചിട്ടില്ല, നീ പരിശുദ്ധയാണ്, കന്യകയാണ്. പക്ഷേ അല്ലാഹ് തീരുമാനിച്ചു പോയി മറിയമേ എന്ന് വന്നയാള് പറഞ്ഞു. മറിയം റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുന്നു. മറിയം റളിയല്ലാഹു അൻഹ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീബിയിൽ ഊതി എന്നാണ് ഹദീസിലുള്ളത്, ഖുർആൻ അത് പറയുന്നില്ല. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഗർഭമായി പ്രസവ വേദന അടുത്തു വന്നു. ജിബ്രീൽ പോയി, നീ എന്ത് ചെയ്യും പടച്ചവനെ, നീ എന്താ ചെയ്യാ? അവർ വിഷമിച്ചു. قالت يا ليتني مت قبل هذا وكنت نسيا منسيا. قالت മറിയം പറഞ്ഞു, യാ ലൈതനി മിത്തു ഖബല ഹാദാ, പടച്ചോനെ, ഞാൻ ഇതിനു മുമ്പ് അങ്ങ് മരിച്ചു പോയെങ്കിൽ എങ്ങനെയാ ഞാൻ ഒരു പ്രസവിച്ചൊരു കുഞ്ഞുമായി എന്റെ നാട്ടിലൂടെ പോവുക? എന്നെ അവർ അവഹേളിക്കുകയില്ലേ? എന്റെ മുഖത്ത് അവരെ കരിവാരി തേക്കുകയില്ലേ പടച്ചവനെ? അതുകൊണ്ട് യാ ലൈതനി മിത്തു ഖബല ഹാദാ, ഇതിനു മുമ്പ് ഞാൻ അങ്ങ് മരിച്ചു പോയെങ്കിൽ. അല്ലെങ്കിൽ തമ്പുരാനെ, യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയാ, ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടാവാത്ത രീതിയിൽ എന്റെ തലയിൽ നിന്ന് അങ്ങ് എടുത്തു കളഞ്ഞെങ്കിൽ, എന്നെ അങ്ങ് മറപ്പിച്ചെങ്കിൽ പടച്ചോനെ എന്ന് വിലപിച്ചപ്പോ ഒരാള് വിളിച്ചു പറഞ്ഞു, നീ വിഷമിക്കണ്ട, അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുക, എന്നിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുക, അവിടെ ഒരു ഈത്തപ്പന മരമുണ്ട്. ആ മരം പിടിച്ച് കുലക്കുക. കുലക്കുമ്പോൾ ആ മരത്തിൽ നിന്ന് പഴം പൊഴിഞ്ഞു വീഴും. അങ്ങനെ വീഴുന്ന പഴം നീ തിന്നുക. ആ പഴം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക, നിന്റെ കൺകുളിർക്കുക. അങ്ങനെ മറിയം ബേബി മരം കുലക്കെ പഴം പൊഴിഞ്ഞു, പഴം തിന്നു, വെള്ളം കുടിച്ചു. ഒരു പൊന്നോമനയെ പ്രസവിച്ചു. ആ പൊന്നോമനയുമായി നാട്ടിലൂടെ നടന്നുപോയി. നാട്ടുകാരെ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു ബൈബിളിലും ഞാനിത് കണ്ടില്ല, ഒരു ബൈബിളിലും മീമിനീതൻ വായിച്ചില്ല. മുഹമ്മദ് മുസ്തഫാന്റെ ഏറ്റവും വലിയ മാനുഷികതയാകുന്ന ഖുർആൻ ലോകത്തോട് സംസാരിക്കുന്നു. ഇസ്രായേൽക്കാരന്റെ അവഹേളനത്തിനെതിരെ ഖുർആനിന്റെ ശബ്ദമാണ്. അമേരിക്കയുടെ അതിരുക അപ്പുറത്തേക്ക് എത്തി ആദരവിനെതിരെയുള്ള ഖുർആനിന്റെ സന്ദേശമാണ്. ഖുർആൻ നടുവിൽ നിൽക്കുന്നു. മറിയം ഒരു ദൈവമല്ല, മറിയം ദൈവത്തിന്റെ ഭാര്യയല്ല, മറിയം പ്രസവിച്ച കുഞ്ഞ് ദൈവത്തിന്റെ കുഞ്ഞല്ല. അങ്ങനൊരു കുഞ്ഞിന്റെ ആവശ്യം അല്ലാഹുവിനില്ല. പക്ഷേ മറിയം പരിശുദ്ധയാണ്. ആ പരിശുദ്ധയായ മറിയം ഒക്കത്ത് കുഞ്ഞിനെ വെച്ചുകൊണ്ട് നാട്ടിലൂടെ നടന്നു പോയപ്പോ നാട്ടുകാർ ചോദിച്ചു, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഖുർആന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗ വമാ കാനത് ഉമ്മുകി ബഗിയ. നിങ്ങളുടെ പിതാവിനെ ഞങ്ങൾക്കറിയാം, അദ്ദേഹം നല്ല ആളാ. ഉമ്മയെ അറിയാം, നല്ല സ്ത്രീയാ. പക്ഷെ നിനക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്? നീ മിണ്ടാതെ നടന്നിട്ട് ഈ പണി ചെയ്തളഞ്ഞല്ലോ എന്ന് ഖുർആൻ. അപ്പോ മറിയം ബേബി എന്ത് ചെയ്തു? കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടി, ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വേണ്ട, കുട്ടീന്റെ അടുത്ത് മതി, കുട്ടീന്റെ അടുത്ത് മതി ചോദ്യം. അങ്ങനെ പറയണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അവരോട്. അങ്ങനെ വിരൽ ചൂണ്ടിയപ്പോ കുഞ്ഞ് പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാലിയൽ കിതാബ വജഅലനി നബിയ്യ. ഖുർആൻ ശ്രദ്ധിക്കണേ ആയത്തെ. ഖാല, ആ കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാതെ ഇന്നി വലദുല്ലാഹ്, അല്ലാഹുവിന്റെ കുട്ടിയെന്നല്ല.
ഇന്നി അബ്ദുല്ലാ, തീർച്ചയായും ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ, എനിക്ക് കിതാബ് നൽകി. വജഅലനി നബിയ, അല്ലാഹ് എന്നെ പ്രവാചകനാക്കുകയും ചെയ്തു എന്ന് കുട്ടി അവരോട് സംസാരിച്ചു എന്ന ഇത് ഖുർആൻ പറയുന്നു. നാട്ടുകാർ ഇത് കർത്തവ്യത മൂഢരായി മൂഖത്ത് വിരൽ വെച്ചു. ഒരു പകൽക്കിനാവിന്റെ വിസ്മയത്തോടെ പകച്ചു നിന്നു. 1000 ശശാങ്കന്മാർ ഒന്നിച്ചുദിച്ചാൽ എന്ത് സൗന്ദര്യം വരുമോ അതിനോടടുത്ത് നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ നിറകുടമുള്ള സുന്ദര വദനമായ പൊന്നുമകന്റെ കവളത്ത മഹദി ഒരു ഉമ്മ വെച്ചിട്ട് ആ പൊന്നുമകന്റെ ശിരസിൽ തലോടി നടന്നുപോയി. എത്ര ഭംഗിയായി ഖുർആനോട് ചിത്രീകരിച്ചു. പക്ഷേ അദ്ദേഹം ദൈവപുത്രൻ. ഖുർആൻ പറഞ്ഞു മക്കയിലും മദീനയിലും ലോകത്തോട് അവരെ ആദരിച്ചിട്ട് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണം, മറിയം ബീവിക്ക് കറാമത്തുണ്ടായാലും ഖുർആൻ പറഞ്ഞു. നിർത്തറായോ? എത്ര ടൈം? ഇത് തീരൂല സബ്ജക്ട്, ക്ഷമിക്കണം. ഇന്ന് നാളെ ഒന്നും തീരില്ല, ഉള്ളതോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യും. 9:25 ഒരു 10:15 വരെ അല്ലേ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ബീബി മറിയം അങ്ങനെ കറാമത്തുണ്ടാകുമോ എന്നുള്ള നമ്മള് വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും കളങ്കം കാണിക്കാൻ പാടില്ല. അത് കറക്റ്റാ. ഇപ്പൊ നമ്മളൊരു പാടത്ത് നെല്ലിങ്ങനെ നിൽക്കുകയാണ്. നെല്ലായിട്ടില്ല, അങ്ങനെ നെല്ലാവാൻ പോലിരിക്കുമ്പോ അതിനിടയ്ക്ക് കളയെന്നില്ലേ പറയാ? ഇവിടെ ഈ നെല്ല് പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്താ പറയാ? കള. നമ്മൾ കുറെ പേരെ കള പറിക്കാൻ ഏൽപ്പിച്ചു. ഇവര് കള പറിച്ച് 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 അവസാനം നെല്ലൂടെ അങ്ങ് പറിച്ചോണ്ട് പോയി. അത് പാടില്ല. കള മാത്രമേ പറിക്കാൻ. അത് നമുക്ക് വാശി ഇസ്ലാം ദീനി വിഷയത്തിൽ ഒരിക്കലും വാശി പാടില്ല. കള മാത്രം പറിച്ചോളൂ, നെല്ല് പറിക്കരുത്. كلما دخل عليها زكريا المحراب وجد عندها رزقا. ഖുർആൻ ആലി ഇംറാൻ സൂറയിലാണ് തോന്നുന്നത്. كلما دخل عليها زكريا المحراب وجد عندها رزقا. മറിയം ബേബി സക്കറിയ നബിയുടെ അധീനതയിൽ വളരുകയാണ്, കൊച്ചു കുഞ്ഞാണ്. അങ്ങനെ മറിയം ബേബിന്റെ മുറിയിലേക്ക് സക്കറിയ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോൾ വജദ ഇൻദഹാ റിസ്ഖ, മറിയമിന്റെ ടേബിളിൽ, മറിയമിന്റെ വീട്ടിന്റെ ആ മുറിക്കകത്ത് ഭക്ഷണങ്ങൾ ഇരിക്കുന്നത് സക്കരിയ കണ്ടു. ഒരു ഉറുമ്പ് പോലും സക്കരിയ അറിയാതെ അങ്ങോട്ട് കടന്നു വരില്ല. സക്കരിയ നബി അലൈഹിസ്സലാം അറിയാതെ ഒരു ഉറുമ്പ് പോലും ആ മുറിയിലേക്ക് കടന്നു വരില്ല. എന്നിരിക്കെ ഈ ഭക്ഷണം എവിടെ നിന്ന് കിട്ടി? മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ രക്ഷിതാവായ അഥവാ വളർത്തു പിതാവാകുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിന് വല്ലാത്ത ആശങ്കയായി. ഖാല അന്നീലക ഹാദാ, എവിടെ നിന്ന് കിട്ടി മറിയം ചോദിച്ചു. ഖുർആനാണ്. എവിടുന്ന് കിട്ടി? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹ് എനിക്ക് തന്നതാണ്. ഖാലത്ത് മറിയം പറഞ്ഞു ഹുവ മിൻ ഇൻദില്ലാഹ്, പടച്ച തമ്പുരാൻ അടുത്ത് നിന്ന് എനിക്ക് ഉണ്ടായതാണെന്ന്. അപ്പൊ മറിയം ബീവിക്ക് ആ ടേബിളിൽ ഭക്ഷണം അങ്ങനെ വന്നു. മറിയം നബി നബിയല്ല, നബിച്ചിയല്ല. നബിന്റെ സ്ത്രീലിംഗ നബിച്ച നബി, പെണ്ണുങ്ങൾ ആരും നബി. മറിയം ബീവി നബിയൊന്നുമല്ല. അന്ന് ഈസാ നബി ജനിച്ചിട്ടുമില്ല. പക്ഷേ മറിയം ബീവിന്റെ ടേബിളിൽ അല്ലാഹു തആല ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം എവിടെ നിന്ന് വന്നു? ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത പഴവർഗ്ഗങ്ങളായിരുന്നു എന്നാണ്. അത് മലക്കുകൾ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാനസിക കഴിവുകൾ കൊടുക്കാം. ഇത് അസാധാരണ സംഭവം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത്രയും മറിയം ബീവിയെ പരിശുദ്ധയാക്കി മറിയം ബീവി ഈസായെ പ്രസവിച്ച പശ്ചാത്തലം ബൈബിൾ വിശദീകരിക്കുന്നതിനേക്കാൾ വ്യക്തമായി വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഇസ്തഫാകി, നിന്നെ തെരഞ്ഞെടുത്തു, വതഹറകി, അല്ലാഹു നിന്നെ പരിശുദ്ധയാക്കി, വസ്തഫാകി അലാ നിസാഇൽ ആലമീന, ലോകത്തുള്ള സർവ്വ സ്ത്രീകളെക്കാൾ മറിയമേ നിന്നെ ഉത്തമയാക്കി എന്ന് ഖുർആനിൽ ഇപ്പോഴും കാണാം. അപ്പോൾ മറിയം എന്ന സ്ത്രീയുടെ പരിശുദ്ധതയും അവരുടെ ചാരിത്ര്യ ശുദ്ധിയും അതിനെ ഭംഗിയായി ചിത്രീകരിച്ചുകൊണ്ട് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ജനിച്ച സന്താനത്തിന്റെ അത്ഭുതങ്ങളും ശരിക്കും ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണുന്ന ആ പരിധിയുടെ അപ്പുറത്തേക്ക് പോയപ്പോൾ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, strictly prohibited area.
അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അദ്ദേഹം ദൈവത്തിന്റെ കുട്ടിയല്ല. അവിടെ തൗഹീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഖുർആൻ. മുഹമ്മദ് മുസ്തഫ സലാത്ത് ചൊല്ലു. മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ്. നോക്കിയാ നിങ്ങൾ ആ ഖുർആന്റെ ആശയം വളരെ ശ്രദ്ധിക്കണത്. എത്ര ഭംഗിയായി ചിത്രീകരിച്ചു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഫലസ്തീനികൾ അവര് മരിച്ചു വീഴുമ്പോ ആ കുഞ്ഞുങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന മുസാബ് എടുത്ത് നോക്കിയാൽ ഇത് കാണുമെങ്കിൽ അമേരിക്കക്കാർ ഒരിക്കലും ഇസ്രായേൽക്കാരന് നോക്കൊടുക്കൂല. ഇത്രയും ജനിച്ച ഭൂമി മഹാനായ ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യക്കാർക്ക് എത്ര അവകാശപ്പെട്ടതാണോ അതേപോലെ ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് ഫലസ്തീൻ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞതാണ്. ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യക്കാർക്ക് എത്ര കണ്ട് അവകാശപ്പെട്ടതാണോ അതേപോലെയാണ് ഫലസ്തീനികൾക്ക് ഫലസ്തീൻ എന്നാണ്. ഐക്യരാഷ്ട്രസഭയിൽ അതിനനുകൂലമായി ആരെങ്കിലും പ്രസംഗിച്ചാൽ അവരെ തള്ളിപ്പറയില്ല. അവർക്ക് എന്തെങ്കിലും അവകാശം കൊടുത്താൽ നിഷേധിക്കുന്ന ആൾക്കാരുടെ കാലം നമുക്ക് ലജ്ജിക്കാതെ നിവൃത്തിയില്ല. സത്യമതല്ലേ ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? മറിയം ബീവി കുറിച്ച് ഇങ്ങനെ ഉണ്ടോ? അപ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ അവിടെ മനുഷ്യനെ കൊണ്ടൊരു ഭരണഘടന ഉണ്ടാക്കുന്നില്ല. അവിടെ അള്ളാഹു തന്നെ എന്ത് ചെയ്തു? ഏറ്റെടുത്തിട്ട് ആദ്യം അവന്റെ തൗഹീദ് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുതി ഉഖ്ലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം. അലം തറ കണ്ടോ അങ്ങ്, അറിഞ്ഞോ അങ്ങ്, കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ സംബന്ധിച്ച് അല്ലാഹു ഒരു ഉപമ പറഞ്ഞാൽ മുൻഗാമികളായ പ്രവാചകന്മാരെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് ജനങ്ങൾ പലരും എഴുതിപ്പോയല്ലോ നബിയെ. മക്കക്കാരോട് പറയൂ, മദീന നിവാസികളോട് പറയൂ, യസ്രിബുകാരോട് പറയൂ, ബനു ഖുറൈളയോട്, ബനു നദീറിനോട്, ബനു തൈമയോട്, അദീയിനോട്, എല്ലാ ഗോത്രത്തോടും പറയൂ നബിയെ. അല്ലാഹു പറഞ്ഞു, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്തിന്റെ ഉപമ കശജറത്തിൻ ത്വയ്യിബ, അത് മനോഹരമായ ഒരു മരം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേര് ഉറച്ചതാണ്, അതിന്റെ വേര് ഉറച്ചതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ ആകാശത്ത് പന്തലിച്ചതാണ്, അതിന്റെ ശിഖരങ്ങൾ ആകാശത്ത് പന്തലിച്ചതാണ്. തൂതീ ഉഖ്ലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ, ആ മരത്തിൽ നിന്ന് എപ്പോഴും പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുന്നു. അല്ലാഹുവിന്റെ സമ്മതത്തോടെ ആ മരത്തിൽ നിന്ന് എപ്പോഴും പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, ജനങ്ങൾ ചിന്തിക്കാൻ പഠിക്കാൻ ഉപമയിലൂടെ അല്ലാഹു അത് പറഞ്ഞു കൊടുക്കുകയാണ്. വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ, തൗഹീദിന് വിരുദ്ധമായ വചനം സ്വീകരിച്ച ദൈവത്തിന് പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവങ്ങളാക്കിയെങ്കിൽ ആ മോശമായ തൗഹീദ് ഉണ്ടല്ലോ, കശജറത്തിൻ ഖബീസത്തിൻ, അത് മോശമായ മരം പോലെയാണ് നബിയേ. കമസലിൻ കശജറത്തിൻ ഖബീസത്തിൻ ഉജ്തുസത് മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ, ഭൂമിയിൽ നിന്ന് ആർക്കും പിഴുതെറിയാൻ കഴിയുന്നത് പോലെ വേരുറയ്ക്കാത്ത വെറും പാഴ്ചണ്ടികളാണ് റസൂലേ. പരിശുദ്ധ ഖുർആൻ ഇതിനകത്തൊരു ഉപമയുണ്ട്. ഉറങ്ങിയില്ലല്ലോ നിങ്ങൾ? ഉറങ്ങിയാ? തിരുവല്ലം തരുമല്ലോ അല്ലേ? ഇവിടെ ഖുർആൻ തൗഹീദിനെ ഒരു മരത്തിന്റെ 3 ഗുണങ്ങളായി ഉപമിച്ചു. ഒന്ന്,
കശജറത്തിൻ ത്വയ്യിബ, മനോഹരമായ ഒരു മരം പോലെയാണ്. മനോഹരമായ ഒരു മരം. ഈ മരത്തിന് 3 ഗുണമുണ്ട്. ഒന്ന്, അസ്ലുഹാ സാബിത്തുൻ, വേര് ഭൂമിയിൽ ഉറച്ചതാണ്. അസ്ലുഹ, ആ ശജറത്തിന്റെ വേര്, സാബിത്തുൻ, ഭൂമിയിൽ ഉറച്ചതാണ് എന്ന് പറഞ്ഞാൽ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറച്ച ഒരു വിശ്വാസിക്ക് ഒരിക്കൽ പോലും ആ തൗഹീദ് മനസ്സിൽ നിന്ന് പോവാൻ പാടില്ല. അത്രയും മനസ്സിൽ ഉറക്കണം. കാറ്റോ മഴയോ വരുമ്പോൾ പെട്ടെന്ന് കടപുഴുകി വീഴുന്ന വൃക്ഷം പോലെ ആവരുത് പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു മുസ്ലിം. കാറ്റും കോളും വരുന്ന സമയത്ത് കടപുഴുകി വീഴാതെ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയിൽ അതിനെ അടി ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ കുടുംബ ജീവിതത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും മുമ്പിൽ സഹിഷ്ണുതയുടെയും സദാചാരത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രോജ്വലമായ പ്രത്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില കൊണ്ട് ഹൃദയത്തെ ആവരണം ചെയ്യണം. അവിടെ വിജയം വരാൻ സാധ്യമുള്ളൂ. അവിടെയാണ് മനുഷ്യന്റെ പ്രകാശമുള്ളത്. മരത്തിന്റെ വേര് ഭൂമിയിൽ ഉറച്ചതുപോലെ ഒരു മുസ്ലിമിന്റെ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ഉറക്കണം എന്നാണ് ഖുർആൻ. നമുക്ക് ഈമാനുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ കാര്യം പറയാതിരിക്കലാണ് നല്ലത്. മഗ്രിബ് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെയൊക്കെ വീട്ടിലൊരു യാസീനെങ്കിലും, ഇവിടെ അല്ലട്ടോ, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, കായംകുളം സ്വദേശി. അങ്ങനെ നോട്ടീസിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ. കായംകുളത്ത് പല മഹാന്മാരും ജീവിച്ചിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണി റളിയല്ലാഹു അൻഹു പറയണ്ട, നല്ലൊരു കള്ളനായിരുന്നു. അദ്ദേഹത്തെ സോഷ്യലിസ്റ്റ് കള്ളൻ എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് അതിന്റെ ഹിസ്റ്ററി അറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന അത്ര എനിക്കും അറിയുള്ളൂ. കായംകുളത്ത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളെ ആക്ഷേപിക്കല്ല, നിങ്ങൾക്കറിയാം. യാസീൻ സൂറത്ത് ഓതാം മഗ്രിബ് കഴിഞ്ഞിട്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു 10 സ്വലാത്തോ 100 ദിക്റോ ചൊല്ലാതെ അത്താഴം കിട്ടില്ല. ഇന്നെന്താ സംഭവിക്കുക? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങി, വെറുതെ അല്ല ഭാര്യ കഴിഞ്ഞ്, സുന്ദരി ഞാനും സുന്ദരൻ നീ, അതൊക്കെ കഴിഞ്ഞ് മൈലാഞ്ചിയും കഴിഞ്ഞ് വരുമ്പോ മണി 12. അപ്പൊ ഈ മഗ്രിബ് മുതൽ 12 മണി വരെ ഞാൻ പറയുന്നു, ഈസ് ദ വൺ ഓഫ് ദ ചീപ്പ് മിറക്കിൾസ് ഓഫ് സയൻസ്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ അതിന്റെ അടിസ്ഥാനത്തെ നിഷേധിക്കാൻ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. പക്ഷെ ഇന്ന് മിസ്യൂസ് ചെയ്യാണ് പലരും. വായന കുറഞ്ഞു, ആരാധന കുറഞ്ഞില്ലേ? ആരാധന കുറഞ്ഞു, വായന കുറഞ്ഞു, തഖ്വ ഹൃദയത്തിൽ നിന്ന് പോയി. ഹബീബായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യമറ الرجل بقبر الرجل فيقول يا ليتني كنت مقامه. അവസാനം ഒരു കാലം മനുഷ്യന് വരാനിരിക്കുന്നു. ബുഖാരിന്റെ ഹദീസാണിത്. ലാ തഖൂമു സ്സാഅതു, ലോകം അവസാനിക്കില്ല, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരാൾ ഖബറിന്റെ അടുത്ത് കൂടി പോകുമത്രേ. മുസ്ലിം സഹോദരന്മാര് സഹോദരിമാരെ അടക്കിയിരിക്കുന്ന ഖബറിന്റെ അടുത്ത് കൂടി പോകും. അങ്ങനെ പോകുമ്പോൾ മുസ്ലിം സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഖബറിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ ഫയഖൂലു, ആ പോകുന്നവൻ പറയും, യാ ലൈതനി, ഫയഖൂലു, അപ്പോൾ അവൻ പറയും, യാ ലൈതനി കുന്തു മഖാം, പടച്ചവനെ ഈ ഖബറിൽ കിടക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ, അല്ലാ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ഞാനായിരുന്നെങ്കിൽ പടച്ചോനെ, എന്റെ ഉള്ള ഈമാനുമായി, ഉള്ള തൗഹീദുമായി, ഉള്ള ഇസ്ലാമുമായി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. എനിക്ക് വലിയ ഈമാനൊന്നുമില്ല, പക്ഷേ അല്പമെങ്കിലും ഈമാനിന്റെ ഹൃദയത്തിലുണ്ട്. അല്പമൊക്കെ നിനക്ക് സുജൂദ് ചെയ്യണമെന്നുണ്ട്. എന്റെ കണ്ണുകൾ ഹറാമായ ഒരു ഭാഗത്തേക്ക് പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ നാവ് ഹറാമ് പറയരുതെന്ന് എനിക്ക് പലപ്പോഴും ചിന്ത വരാറുണ്ട്. എന്റെ കാതുകൾ മോശമായതൊന്നും കേൾക്കരുതെന്നും, എന്റെ കാല്, എന്റെ പാദം അനാവശ്യ സ്ഥലത്തേക്ക് സഞ്ചരിക്കരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പടച്ചവനെ, നടക്കാൻ കഴിയുന്നില്ല. ഇടത്തും വലത്തും മുന്നിലും പിന്നിലും മുകളിലും താഴെയും ആകെ പ്രശ്നമാണല്ലോ അല്ലാ. അതുകൊണ്ട് യാ ലൈതനി കുന്തു മഖാമാ, ഈ ഖബറിൽ കിടക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലാഹുവേ. അതുപോലെ ഞാനായില്ലല്ലോ.
ഖബറിനകത്ത് കിടക്കുന്നയാളെ ഞാനായിരുന്നെങ്കിൽ എന്ന് മുസ്ലിം ആഗ്രഹിച്ചു പോകുന്ന തരത്തിലേക്ക് ഈമാനില്ലാത്തൊരു കാലം വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ താഹാ റസൂലുള്ളാഹി ഹബീബായ മുഹമ്മദ് മുസ്തഫ സഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. മുഅ്മിനീങ്ങളെ, എത്ര സത്യമാണത്. നമ്മുടെ വീടുകളിൽ നിന്ന് ദിക്റില്ല, സ്വലാത്തില്ല, നമ്മുടെ ഭവനങ്ങളിൽ ഖുർആൻ പാരായണമില്ല, പടച്ചവനെ കുറിച്ചുള്ള ചർച്ചകളില്ല, സ്മരണകളില്ല. ആരാധനാലയങ്ങളിൽ ഭക്തി കുറഞ്ഞുപോയി. വഴിയോരങ്ങളിൽ അനിസ്ലാമികത കടന്നു വരുന്നു. വായനയിലും ചാറ്റിംഗ് റൂമുകളിലും അശ്ലീലതകൾക്ക് നാം കസേര കൊടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സുകൾ പല ചെറുപ്പക്കാരന്റെ മുഖത്തും മ്ലാനത. എന്തേ നിനക്ക് മ്ലാനത? യാഹൂ ചാറ്റ് ക്ലോസ് ചെയ്തു. ആരോ മരിച്ച വിഷമമാണ് ചെറുപ്പക്കാരന്റെ മനസ്സിൽ. എന്തേ യാഹൂ ചാറ്റ് ക്ലോസ് ചെയ്തു? അത്ര ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞ ചാറ്റിംഗ് ക്ലോസ് ചെയ്തിട്ട് അത്ര അവസ്ഥ എത്ര പോയി. ഹദീസ് എത്ര വ്യക്തമാണ്. അതുകൊണ്ട് ഇവിടെ ഖുർആൻ പറഞ്ഞു നിന്റെ തൗഹീദ് അസ്ലുഹാ സാബിത്തുൻ, വേര് ഭൂമിയിൽ ഉറക്കുന്നത് പോലെ, മരത്തെ ഉറപ്പിച്ച് നിർത്തുന്നത് പോലെ ഒരു മുസ്ലിം നിന്റെ വിശ്വാസം നിന്നെ ഉറപ്പിക്കണം. ലോകത്തോടുള്ള സന്ദേശമാ. മനഃശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു ആത്മഹത്യ കുറയുന്നത് സൗദി അറേബ്യയിലും പരിസരങ്ങളിലുമാ. എന്തേ കാരണം? ദൈവവിശ്വാസം കൂടുതലുള്ള സ്ഥലത്ത് ഡിപ്രഷൻ, നിരാശ, അതേപോലെ തന്നെ ആത്മഹത്യ ഇത് ഉണ്ടാവില്ല. ഡോക്ടർ ഫ്രോയിഡിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് നിങ്ങൾ വായിക്ക്. ഫ്രോയിഡിനെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ഒരുപാട് അതിനകത്തുള്ള മുഴുവനും ഞാൻ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ചില വിശകലനങ്ങളൊക്കെ ആ പുസ്തകത്തിൽ നടത്തിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അങ്ങനെ സ്വപ്നം കണ്ടാലുള്ള അവസ്ഥയൊക്കെ പറയുന്നു. പക്ഷേ ഇത് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം ശരിക്കും ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉറപ്പിക്കുന്ന, അങ്ങനെ വരുമ്പോൾ ആത്മഹത്യക്ക് നമുക്ക് തോന്നില്ല, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് തെളിവല്ലേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ എഡ്വേർഡ് ഗിബ്ബൻ തന്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്ന പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഗിബ്ബൻ എന്ന് പറഞ്ഞ ഫേമസ് ഇംഗ്ലീഷ് ഹിസ്റ്റോറിയനാണ്, ലോക ചരിത്രകാരനാണ്. അയാൾ എഴുതിയ 6 വാള്യമുള്ള പുസ്തകമാണ് ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ. റോമ സാമ്രാജ്യത്തിന്റെ അധപ്പതനവും ഉയർച്ചയും എന്നർത്ഥം. 6 വാള്യമുള്ള പുസ്തകം. ഗിബ്ബൻ പറഞ്ഞത്, മുഹമ്മദ് ഇസ്ലാമത പ്രബോധനം ആരംഭിക്കുന്നതിന്റെ 3000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ലോകത്തിന്റെ സർവാധിപത്യം നേടിയ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ ഒരിക്കൽ പോലും പൂർണ്ണമായ അർത്ഥത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല. ചിലപ്പോൾ അവർക്ക് പരാജയം സംഭവിച്ചെങ്കിലും പിൽക്കാലത്ത് അവർ കടന്നു വന്നിട്ടുണ്ട്. 3000-ൽ പരം വർഷങ്ങളായി ലോകത്തിന്റെ ആധിപത്യം നേടിയ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ ആദ്യമായി കാലിടറി വീണത് മുഹമ്മദിന്റെ മുമ്പിലാണ്. മക്കയിലെ മുഹമ്മദിന്റെ മുമ്പിലാണ്. നോട്ട് എ സ്വാർഡ്, അത് മുഹമ്മദിന്റെ വാളല്ല. നോട്ട് എ എക്കണോമിക്കൽ പവർ, അത് മുഹമ്മദിന്റെ സാമ്പത്തിക സ്രോതസ്സല്ല. ബട്ട് ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത്, മുഹമ്മദിന്റെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈമാൻ. That is a gift of Quran. ഖുർആനിന്റെ സംഭാവനയാണ്. റോമ സാമ്രാജ്യത്തിന്റെ കുതിരകൾ കാലിടറി വീണത് മുഹമ്മദിന്റെ സമ്പത്തിന്റെ മുമ്പിലല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിന്റെ വാളിന്റെ കയ്യിലല്ല, മുഹമ്മദ് വാളെടുത്തിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഫ്ലുവൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ സ്വാധീനമാണ് ഗിബ്ബൻ, എഡ്വേർഡ് ഗിബ്ബൻ. ടോയിൻബി, വാഷിംഗ്ടൺ ഇർവിംഗ്, ലൈഫ് ഓഫ് മുഹമ്മദ്, എച്ച് ജി വെൽസിന്റെ പുസ്തകത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം. വാഷിംഗ്ടൺ ഇർവിംഗിന്റെ ലൈഫ് ഓഫ് മുഹമ്മദ്, വേൾഡ് ഹിസ്റ്ററി എഴുതിയ എച്ച് ജി വെൽസ്, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ഗോൾഡൻ ചൈൽഡ്, അതേപോലെ തന്നെ തുടങ്ങിയ നിരവധി ചരിത്രകാരന്മാർ പ്രവാചകന്റെ വിശ്വാസത്തെക്കുറിച്ച്, സഹാബത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ നൽകുന്ന സംഭാവനയാണ്. ശരിയല്ലേ? വിശ്വാസം അതവിടെ ഖുർആൻ പറഞ്ഞത് അസ്ലുഹാ സാബിത്തുൻ, വേര് ഭൂമിയിൽ ഉറച്ചതാ. അത് നബിക്ക് മാത്രമല്ല, സഹാബത്തിനും അതാ. നിങ്ങൾ ഖുർആൻ വായിച്ചില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. سورة آل عمران 61-ാമത്തെ ആയത്തിന്റെ ഓർമ്മ ചെയ്യുക. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഒരു വലിയ ഔദാര്യം ചെയ്തിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്താണ് അല്ലാഹുവിന്റെ ഔദാര്യം എന്നറിയുമോ? ഇത് ബഅസ ഫീഹിം റസൂലാ, അവർക്ക് അല്ലാഹു ഒരു നബി അയച്ചിരിക്കുന്നു. യത്ലു അലൈഹിം ആയാതിഹി, ആ നബി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കൊടുക്കും. വയുസക്കീഹിം, നബി അവരെ സംസ്കരിച്ചെടുക്കും. വയുഅല്ലിമുഹുൽ കിതാബ്, അല്ലാഹുവിന്റെ കിതാബ് നബി തങ്ങൾ അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യും. വൽ ഹിക്മത, നബി തങ്ങൾ അവർക്ക് തത്വജ്ഞാനവും പഠിപ്പിക്കും. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ ഖുർആൻ വരുന്നതിന് മുമ്പ്, നബി തങ്ങൾ വരുന്നതിന് മുമ്പ് അവർ ളലാലിൻ മുബീനായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു. വ്യക്തമായ വഴികേടിലായിരുന്നു ഒരു സ്ഥലത്തേക്ക് ഖുർആൻ ഇങ്ങോട്ട് വന്നപ്പോൾ, ആ ഖുർആനിന്റെ പ്രബോധകനായ മുഹമ്മദ് നബി വന്നപ്പോൾ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ ഖുർആൻ റസൂൽ ഇങ്ങോട്ട് വന്നിട്ട് അവരെ സംസ്കരിച്ചു. ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞ എന്താ? സംസ്കരിച്ചെടുത്തു. നബി അവരെ സംസ്കരിച്ചു. മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാര് സയൻസ് ഒക്കെ എവിടെ പറയട്ടോ? ഖുർആന്റെ അമാനുഷികതയിലേക്ക് ഞാൻ വരുമ്പോ സയൻസ് പറയും. നിങ്ങൾ വിഷമിക്കണ്ട, ദൈവിക ദൃഷ്ടാന്തത്തിന്റെ തെളിവുകൾ പറയും. നമ്മൾ ഖുർആന്റെ ബേസ് നിൽക്കാം. അള്ളാഹു നമുക്ക് നാഫിഅ തരട്ടെ. ഇതൊക്കെ നമ്മൾ 5 ദിവസം ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ. എന്നാലേ നമുക്ക് കുറച്ചുകൂടി പരത്തി പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് നാഫിഅ പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് അവർ സംസ്കരിച്ചു. ആ സംസ്കരണമാണ് നബി തങ്ങൾ സ്വയം സംസ്കരിക്കപ്പെട്ടു. അല്ലാഹുവിനാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സഹാബത്തിനെ സംസ്കരിച്ചു. സഹാബത്തിനെ സംസ്കരിച്ചപ്പോ ഒന്ന് ചിന്തിക്കണേ, അവരൊക്കെ അവരാരാ സംസ്കരിച്ചപ്പോ? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ നഫരി സുജൂദ് ദാലിക മദലഹും ബിത്തൗറാ വമദലഹും ബിൽ ഇൻജീലി കസർഇൻ അഖ്റജ ശത്റഹു ഫഅസ്റഹു ഫസ്തഖല വസ്തവ അലാ സുഖിഹി യുജിബു സുറാ ലിയഗീദ ബിഹിം അൽ കുഫാർ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹ്. റസൂലുള്ളാഹി അങ്ങോട്ട് വന്നവരെ സംസ്കരിച്ചപ്പോൾ അവർ ആരായെന്നറിയോ? വളരെ ശ്രദ്ധിക്കണം. എന്നെയും നിങ്ങളെയും പോലെയൊന്നും അല്ല. അബൂബക്കർ, ഉമർ, ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ. നിങ്ങൾ എന്നെ പോലെ മനുഷ്യരാണ്, നോ പ്രോബ്ലം. അങ്ങനെങ്ങാനും പറഞ്ഞാൽ ഖുർആൻ വിടൂല. നമുക്ക് അർത്ഥം ഒന്ന് പറയാം പെട്ടെന്ന്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാ. വല്ലദീന മഅഹു, മുഹമ്മദിന്റെ കൂടെയുള്ളവർ. അശിദ്ദാഉ അലൽ കുഫാർ, ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നവർ, സൂക്ഷിക്കുന്നതിൽ ജാഗരൂകരാണ്. ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കും മുഹമ്മദിന്റെ കൂടെയുള്ളവർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരാരാ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ലക്ഷത്തിൽ പരം സഹാബത്ത്. അവരുടെ ഗുണം പറഞ്ഞു ഖുർആൻ. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കരുണയുള്ളവരാണ്. നമ്മൾ പരസ്പരം പാറയുള്ളവരാണ്, അവരോ പരസ്പരം കരുണയുള്ളവരാണ്. അബൂബക്കർ ഉമറും കണ്ടാൽ ആദ്യം സലാം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക്കും. ഉമർ വഅലൈക്കും സലാം. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് ഉമറിനെ കണ്ടപ്പോൾ സലാം പറഞ്ഞില്ല റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വിഷമായി. അപ്പൊ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം മടക്കി വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തങ്ങൾ വിട്ടില്ല ഉമർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എപ്പോ കണ്ടാലും നിങ്ങൾ എനിക്ക് സലാം പറയല്ലോ, ഇപ്പൊ എന്താ നിങ്ങൾ സലാം പറയാതിരുന്നത്? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല സഹോദര, നബിതങ്ങളിൽ നിന്ന് ഞാൻ ഇന്നലെ ഒരു ഇൽമ പഠിച്ചു. എന്താ അത്? ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പറഞ്ഞത് ആരോടാ? പറയപ്പെട്ടയാൾ വഅലൈക്കും സലാം എന്നും പറഞ്ഞു. ആർക്കാ കൂലി കൂടുതൽ? അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ ആളിന് 90 കൂലിയും സലാം മടക്കിയ ആളിന് 10 കൂലിയാ. ഇന്നലെ വരെ ഞാനല്ലേ സലാം പറഞ്ഞത്, ഇന്ന് ഞാൻ അങ്ങോട്ട് സലാം പറയാതിരിക്കുമ്പോ താങ്കൾ ഇങ്ങോട്ട് സലാം പറയും. അതുകൊണ്ട് കൂലി 90 താങ്കൾക്ക് കിട്ടട്ടെ, 10 എനിക്ക് മതി.
ആത്മീയ ലോകത്ത് പോലും ഒരുത്തന്റെ പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിച്ചവരായിരുന്നു ഖുർആൻ. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കരുണയുള്ളവരാണ്. ഇത് ഖുർആനാണ്. തീർന്നില്ല, ഖുർആന്റെ പ്രസ്താവന തീർന്നില്ല. റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ. അവർ റുക്അൻ സുജദ, സാഷ്ടാംഗം ചെയ്യുന്നവരും കുനിയുന്നവരുമാണ് അല്ലാഹുവിന് വേണ്ടി. യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണ്, ഇഖ്ലാസ് ഉള്ളവരാണ്. യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം, അവരുടെ മുഖത്ത് അടയാളങ്ങളുണ്ട്. മിൻ അസരി സുജൂദ്, പടച്ച റബ്ബിന് സുജൂദ് ചെയ്ത അടയാളം ഉണ്ട്. അല്ലാഹുവിന് സുജൂദ് ചെയ്ത അടയാളം അവരുടെ മുഖത്തുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ. ഇമാം ഗസാലി പറഞ്ഞത് നെറ്റി നിലത്ത് വെച്ചപ്പോ കണ്ട അടയാളം അല്ലാതെ ഈമാനിന്റെ അടയാളാണ്. അങ്ങനെ ഗുണഗണങ്ങൾ ഉള്ളവർ നബിയുടെ സഹാബത്താണ്. മഹാന്മാരായ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും. അവരിൽ ഒരാൾ ജുമുഅക്ക് 2 ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വഴക്കിന് പോവണ്ട. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചോ, ആയിക്കോട്ടെ ഒരു ബാങ്ക് കൂടെ, നമ്മൾ എന്തിന് കാസറ്റ് ഇറക്കുന്നു, നമ്മൾ എന്തിന് തർക്കിക്കാൻ നിൽക്കുന്നു? സ്നേഹത്തോടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിക്കോട്ടെ, ഉസ്മാൻ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനല്ലേ, നബിയെ കണ്ടാണല്ലേ, തർക്കത്തിന് നിൽക്കണ്ട. നമ്മൾ ചെയ്യാൻ, ഞാൻ ബഹുമാനത്തോട് നിഷ്പക്ഷമായി പറഞ്ഞതാ, ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇതേപോലെയാണ് മറ്റു പല വിഷയങ്ങളിലുമുള്ളത്. അതുകൊണ്ട് ഉന്നതന്മാരായ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹുവിനെ വാർത്തെടുത്തതാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തൗഹീദ് ആദ്യമായി ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു. അതാണ് ഖുർആൻ പറഞ്ഞത്, വേരുകൾ ഉറച്ചു, വൃക്ഷം പോലെ മനുഷ്യന്റെ മനസ്സുകൾ ഈമാൻ കൊണ്ട് ഉറപ്പിക്കുന്നു. ഇത് ഖുർആൻ ചെയ്ത പണിയാണ്. തീർന്നില്ല. ശിഖരങ്ങൾ ആകാശത്ത് പന്തലിച്ചതാണ്. അതെന്താ ശിഖരങ്ങൾ ആകാശത്ത് പന്തലിച്ചത്? ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വൃക്ഷത്തിന്റെ തണലിൽ പോയി നിൽക്കാവുന്നത് പോലെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം തണലാവണമെന്നാണ്. عن ابي هريره رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم والله لا يؤمن والله لا يؤمن والله لا يؤمن قيل من هو يا رسول الله فقال رسول الله صلى الله عليه وسلم لا يؤمن جاره ببائكه رواه البخاري قال رسول الله عن ابي هريره ابو هريره റിപ്പോർട്ട് قال അദ്ദേഹം പറയുന്നു قال رسول الله صلى الله عليه وسلم നബി തങ്ങൾ പറഞ്ഞു, ഒരു പ്രസംഗത്തിൽ പറയാ നബി, والله لا يؤمن والله لا يؤمن والله لا يؤمن 3 പ്രാവശ്യം. അല്ലാഹുവിനെ തന്നെ സത്യം, അല്ലാഹുവിനെ തന്നെ സത്യം, അല്ലാഹുവിനെ തന്നെ സത്യം, ഒരുത്തൻ മൂമിനല്ല. 3 പ്രാവശ്യം പറഞ്ഞപ്പോ ഇവർക്കൊക്കെ പേടി. ഖീല, പറഞ്ഞ ആൾ ആരാണെന്ന് അറിയില്ല. അപ്പൊ ആരോ ഒരാൾ ചോദിച്ചു, അതാണ് ഖീല പറഞ്ഞത്. മൻ ഹുവ യാ റസൂലല്ലാഹ്, നബിയെ ആൾ ആരാത്? മൻ ഹുവ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ? فقال رسول الله صلى الله عليه وسلم, നബി തങ്ങൾ പറഞ്ഞു, ലാ യഅ്മനു ജാറുഹു ബവായിക, അയൽക്കാരനെ ഉപദ്രവിക്കുന്നവൻ മുഅ്മിനല്ല. മുഹമ്മദ് മുസ്തഫ. ബുഖാരിയുടെ ഹദീസ്. അയൽക്കാരൻ എന്ന് പറഞ്ഞപ്പോ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വേർതിരിവില്ല, എല്ലാരും പെടും. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വദിഹി എന്ന ഹദീസ് ഉണ്ട്. മുസ്തദറക്കിൽ അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വദിഹി എന്ന് ഹക്കീമിന്റെ മുസ്തദറക്കിലും ഉണ്ട്. എന്താ ഹദീസ്? ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? ഇപ്പൊ കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുമോന്ന് പേടിച്ചിട്ട് ക്യാമറയായിട്ട് കാത്തിരിക്കാണ് കള്ളന്മാരെ പിടിക്കാൻ. വേസ്റ്റ്, പരിസര മലിനീകരണം, ഇതൊക്കെ ഇസ്ലാം പണ്ടേ വിരോധിച്ചതാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അയൽക്കാരനെ ഉപദ്രവിക്കുന്നവൻ മൂമിനല്ല. വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ മറ്റുള്ളവർക്ക് തണലാവുന്നത് പോലെ ഒരു മുസ്ലിം തണലാകാൻ മാത്രമേ പാടുള്ളൂ. മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാരി ഹത്താ വനന്തു അന്നഹു സയവരിഥു റവാഹു ബുഖാരി ഖാല റസൂലുള്ളാഹി. മാസാല ജിബ്രീൽ യൂസിനി, ജിബ്രീൽ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ക്രിയ അങ്ങനെ, മാസാല ജിബ്രീൽ യൂസിനി, ജിബ്രീൽ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടേയിരുന്നത്? വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്താ വസിയത്ത് ചെയ്തത്? ബിൽജാർ, അയൽക്കാരനോടുള്ള കടമയെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു.
ഹത്താ ലനന്തു, ഞാൻ കരുതിപ്പോയി. റസൂല് പറയുന്നു, ഞാൻ കരുതിപ്പോയി. അന്നഹു, അയൽക്കാരൻ, സയുവരിദുഹു, കുടുംബ സ്വത്ത് വിഭജിക്കുമ്പോൾ അയൽക്കാരന് കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ കരുതിയെന്ന് മുഹമ്മദ് മുസ്തഫ. അയൽക്കാരന് കൂടി കുടുംബ സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചു പോയെന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാം ഗസാലിയുടെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ കാണാം, 3 ഹക്കുള്ള അയൽക്കാരനുണ്ട്, 2 ഹക്കുള്ള അയൽക്കാരനുണ്ട്, 1 ഹക്കുള്ള അയൽക്കാരനുണ്ടത്രേ. നമ്മുടെ തൊട്ടടുത്ത് കുടുംബക്കാരനായ ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അവനോട് 3 ഹക്കുണ്ടെന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി ഇമാം പറയുന്നു. 1 കുടുംബക്കാരൻ എന്ന ബാധ്യതയുണ്ട് അവനോട്, 2 വിശ്വാസി എന്ന ബാധ്യതയുണ്ട്, 3-മത്തേത് അയൽക്കാരൻ എന്ന ബാധ്യതയുണ്ട്. 3 കടമയാണ് കുടുംബത്തിൽപ്പെട്ട അയൽക്കാരനുള്ളപ്പോ. അതുകൊണ്ട് അവന്റെ അഭിമാനത്തെയും അവന്റെ ജീവിതത്തെയും അവന്റെ അനുഗ്രഹത്തെയും എപ്പോഴും ഇവൻ കാത്തുകൊണ്ടിരിക്കണം. 2 ബാധ്യതയുള്ള അയൽക്കാരനുണ്ടത്രേ. കുടുംബക്കാരനല്ലാത്ത വിശ്വാസി, മുസ്ലിം എന്ന ബാധ്യത. കുടുംബക്കാരൻ അല്ല, പക്ഷേ ഒരു വിശ്വാസിയാണ്, ആ കണക്കിന് അവനോട് ഹക്കുണ്ട്. 2-മത്തേത് അയൽക്കാരൻ എന്ന ബാധ്യത. 3-മത്തേത് ആ മുസ്ലിമായ സഹോദരനാണ്. നിന്റെ അയൽക്കാരൻ എന്ന ബാധ്യത അവനോടുണ്ട്. അല്ലെങ്കിൽ അവനോടുള്ള ബാധ്യത വീട്ടില്ല എങ്കിൽ നിന്റെ ഈമാൻ പൂർണ്ണല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമത്ത് കൊണ്ട് ഹൃദയം പ്രഭാപൂരിതമാകണമെങ്കിൽ മതിൽക്കെട്ടിനപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിമും അമുസ്ലിമും എന്ന് വ്യത്യാസമില്ലാതെ ഇവന്റെ നാവിൽ നിന്നും ഇവന്റെ കരങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമാറ് സുരക്ഷിതനായി കഴിയുന്ന സന്ദർഭത്തിലെ പറ്റൂ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം. ശിഖരങ്ങൾ ആകാശത്ത് പന്തരിച്ചതുപോലെ ലൈസൽ ബിർറ അദ്വല്ലു വുജൂഹക്കും قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. ഖുർആൻ അൽ-ബഖറ 2-ാം അധ്യായം. നിസ്കരിച്ചതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല. ഞാൻ അങ്ങോട്ട് കൂടുതൽ പറയില്ല, തിരിച്ചു വരികയാണ്. മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു, നിങ്ങളുടെ സമ്പത്ത് വാത്തൽ മാല, പണം കൊടുക്കണം, അലാ ഹുബ്ബിഹി, അത് മാന്റെ അർത്ഥം അല, ദവിൽ ഖുർബ കുടുംബത്തിന്, വൽ മസാക്കീൻ മിസ്കീന്മാർക്ക്, വൽ യതാമ യതീമങ്ങൾക്ക്, വബിന സബീൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, വസായില ചോദിച്ചു വരുന്നവർക്ക്, വഫിരിഖാബ് അടിമകളുണ്ട് അവരെ മോചിപ്പിക്കാൻ. ഈ 6 മാർഗ്ഗത്തിലും നിന്റെ പണം ഉപയോഗിക്കണം. എന്നിട്ട് പറഞ്ഞു വഖാമ സ്വലാത്ത വാത സക്കാ, നിസ്കരിക്കാൻ സക്കാത്ത് കൊടുക്കാം. ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞ സക്കാത്തും കൊടുക്കണം, നിസ്കരിക്കുകയും ചെയ്യണം. അത്രയും ബാധ്യത കുടുംബത്തോടും അയൽക്കാരോടും മുസ്ലിങ്ങളോടും വിശ്വാസികളോടും അല്ലാത്തവരോടൊക്കെ ഉണ്ടെന്ന് ഇസ്ലാം പറഞ്ഞെങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ 2-മത്തെ ഗുണം. 3-മത് പറഞ്ഞു ക്ഷീണിച്ചു പോയോ? ഇതൂടെ പറഞ്ഞൂടെ? കുഴപ്പമില്ലല്ലോ. എപ്പോഴും പഴമുള്ള മരാണെന്ന് വെച്ചെന്താ? എപ്പോഴും പഴമുണ്ടെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഒരു മുസ്ലിമിൽ നിന്ന് എപ്പോഴും നന്മയെ ഉണ്ടാകാവൂ. അതാണ് ആണാവട്ടെ പെണ്ണാവട്ടെ നന്മ ഉണ്ടാകാവൂ എന്ന് വെച്ചാ ഹദീസ്, മുസ്ലിമിന്റെ ഹദീസ്, ഇന്ന സാബത്തുഹു സറ ശകർ ഫകാന ഖൈറൻ ലഹു വഇന്ന സാബത്തുഹു ലറ സബർ ഫകാന ഖൈറൻ ലഹു ഖാല റസൂലുള്ളാഹി. എന്താ നബിയെ അങ്ങ്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പടമുകളിലെ ഈ അനുഗ്രഹീതമായ മതപ്രഭാഷണ വേദിയിലെ വിശുദ്ധ ഖുർആൻ എന്ന അനുഗ്രഹീത സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന വിശ്വാസികൾ അങ്ങയുടെ റൗള ഷരീഫിലേക്ക് നൽകുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ശഫീഅൽ മുദ്നിബീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത ഹദീസാണ്. റസൂലേ പറഞ്ഞു ഇന്ന അസാബത്തുഹു സറ, നിങ്ങൾക്ക് സന്തോഷം വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കള്ളിന്റെ കുപ്പി പൊട്ടിക്കലല്ല, ശകർ ശുക്ർ ചെയ്യാ പടച്ചോനെ. ഫകാന ഖൈറൻ ലഹു, നിങ്ങൾക്ക് ഖൈറാണ്. 1 സെന്റ് സ്ഥലത്തിന് 1000 രൂപ പോലും വിലയില്ലാത്തതിന് 2 കോടി രൂപയായി പുരോഗമിച്ചാൽ
10ാം ക്ലാസ്സിൽ 210 മാർക്ക് വാങ്ങാനേ ഭാഗ്യമുണ്ടായുള്ളൂ. പക്ഷേ നീ +1 +2 കടന്നപ്പോ നിനക്ക് ബുദ്ധി കൂടി. അങ്ങനെ നിനക്ക് മാർക്കുകൾ പലതും വാങ്ങാൻ, പിന്നീട് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒക്കെ പഠിക്കാൻ നിനക്ക് അവസരമുണ്ടായി. സ്വർണത്തിന്റെ മാല വിറ്റുകൊണ്ട് ഗൾഫിലേക്ക് പോയി അവിടെ ചെന്ന് പണമുണ്ടായി. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് പണം നീ ഉണ്ടാക്കിയാൽ നിനക്കങ്ങനെ അനുഗ്രഹം വരുമ്പോൾ നീ ശുക്ർ ചെയ്യണേ. അതവന് ഖൈറാണ് മുഹമ്മദ് മുസ്തഫ, അതവന് ഖൈറാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക്കും ബിമുലാസമത്തി ശുക്ർ ഫഖല്ല നിഅമത്തുൻ സാലത്തൻ ഖൗമിൻ ഫഅദത് ഇലൈഹിം. ഫുളൈൽ പറഞ്ഞതാ, പടച്ചോ നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യണം. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹം അള്ളാഹു എടുത്തു കളഞ്ഞാൽ പിന്നീട് ആ അനുഗ്രഹം വരിക എന്നത് വളരെ അപൂർവ. ഇപ്പൊ എനിക്ക് പ്രസംഗിക്കാൻ അള്ളാഹു ഒരു അനുഗ്രഹം തന്നാൽ ഞാൻ ശുക്ർ ചെയ്യണം. അത് ഞാൻ ലോകമാന്യതക്കോ ഖിബർ കാണിക്കാനോ ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എടുത്തു കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ എടുത്തു കളഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു പ്രസംഗകനായി ഞാൻ വരിക എന്നത് അപൂർവമാണ്. അതാ പറഞ്ഞത്, ഒരു പണക്കാരൻ അതനുസരിച്ച് കൊണ്ട് ശുക്ർ ചെയ്തില്ലെങ്കിൽ പടച്ചവൻ ആ പണവും എടുത്തു കളയും. പിന്നീട് വീണ്ടും വരിക വലിയ ദൗർഭാഗ്യകരമാണ്. സുന്ദര രൂപം കൊടുത്തു, ആ രൂപത്തിനനുസരിച്ച് കൊണ്ട് ശുക്ർ ഉണ്ടായില്ല എങ്കിൽ അള്ളാഹു ആ സൗന്ദര്യം എടുത്തു കളയും. പിന്നീട് വീണ്ടും സൗന്ദര്യം വരിക എന്നത് വളരെ അപൂർവമാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് അനുഗ്രഹം വന്നാൽ ശുക്ർ ചെയ്യണം. നിനക്ക് വിഷമം വന്നാൽ നീ ക്ഷമിക്കണം. അത് നിനക്ക് ഖൈറാണ്. നീ തീവണ്ടീന്റെ അടുത്തേക്ക് പോകണ്ട തലവെക്കാൻ, പോയിസ് എടുക്കണ്ട, നിനക്ക് കുടിക്കാൻ, നീ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കണ്ട. വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ദീൻ നമ്മോട് സംസാരിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ നമ്മെ പഠിപ്പിച്ച ശരിക്ക് ശ്രദ്ധിക്കണം. ഇതാണ് ഖുർആൻ ജനങ്ങളിലേക്ക് വെച്ച തൗഹീദ്. നമ്മളൊരു ചോദ്യത്തിന്റെ മറുപടിയാ പറഞ്ഞത്. മൂസാ നബി, ഈസാ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ദാവൂദ് നബി തുടങ്ങിയ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകിയപ്പോൾ ആ വേദഗ്രന്ഥത്തിലെ ആശയങ്ങളും അടിസ്ഥാനങ്ങളും അവർക്ക് ശേഷം വന്ന ചില തൽപര കക്ഷികൾ മാറ്റുകയും ഉച്ചനീചത്വവും സ്വജനപക്ഷപാതവും കാണിക്കുകയും അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹു അല്ലാത്തവരെ ഇലാഹുകളായി സങ്കല്പിക്കുകയും അതേപോലെ തന്നെ വേണ്ടാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ച് പുലർത്തുകയും ചെയ്തപ്പോൾ സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ജനങ്ങൾ വ്യാകുലരായി കഴിയുന്ന സമയത്താണ് ചെങ്കടലിന്റെ തീരത്ത് നിന്ന് 80 കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാകുന്ന മക്ക താഴ്വരയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും പ്രിയപ്പെട്ട പുത്രനായി മുഹമ്മദ് എന്ന വ്യക്തി പൂജാതനാവുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ പ്രവാചകനാവുകയും ആ പ്രവാചകനാകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ പർവ്വതത്തിൽ വെച്ച് കൊടുത്ത പഞ്ചസൂക്തങ്ങൾ മുതൽ അവിടുന്ന് വഫാത്താകുന്നതിന്റെ അടുത്തുവരെ ഇറങ്ങിയ 6000-ൽ പരം വരുന്ന ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ മാനവ സമുദായത്തിന് നൽകുന്ന ആശയം ഇത് തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ ഒരു പുതിയ ആശയം വയ്ക്കുകയല്ല, മുൻഗാമികളായ പ്രവാചകന്മാർ നടത്തിയ ആശയത്തെ ശരിയായ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നതാണ് ഖുർആന്റെ മിടുക്ക്. ഇനി ശ്രദ്ധിക്കേണ്ടത്, 15 മിനിറ്റ് പ്രസംഗിക്കുന്ന വിഷമിക്കണം. ദൈവത്തിന്റെ അറിവ് മനുഷ്യനിൽ എങ്ങനെ വരും? പറ്റുമോ എന്നല്ല, നമുക്ക് നോക്കാം. ഈ ദൈവം എന്ന് പറഞ്ഞ വാക്ക് അള്ളാഹു എന്ന വാക്കിന് പകരം നിൽക്കൂല കേട്ടോ. അങ്ങനെ ധരിക്കണം. ഈ അള്ളാഹു എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം? അള്ളാഹ് എന്ന് പറഞ്ഞ അത് പറയാൻ അറിയാം ആർക്കെങ്കിലും? നിങ്ങൾക്കല്ല കേട്ടോ. ഒരാൾ ചോദിക്കാം, അള്ളാഹ് എന്ന് പറയണ എങ്ങനെ? നാവിന്റെ അരിവ് മുൻപല്ലിന്റെ ഊരിൽ തട്ടുന്നതാണ് ലാമിന്റെ മഖ്റജ്. ഫാത്തിഹ ഓതുമ്പോ ഒരു ലാ വരുന്നുണ്ട്, ഗൈരിൽ മഗ്ദൂബി. ആ ലാദ് പറയേണ്ടത് പാരായണ ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് നാവ് അണപ്പല്ല് വെക്കണം. ഇവിടെ അല്ലാഹു എന്ന് പറയുമ്പോ നാവിന്റെ അരിവ് മുൻപല്ലിന്റെ ഊരിലാണ്, ലാമിന്റെ മഖ്റജിലാണ് വെക്കേണ്ടത്. അല്ലാഹു എന്ന പദം ഉണ്ടാവുന്നത് ചിലർ കരുതുന്നത് പോലെ ചില ഇന്റർനെറ്റിലൊക്കെ നമ്മൾ ലേഖനം വായിക്കുമ്പോൾ അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവമാണ്, അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ. അള്ളാഹു എന്ന് പറഞ്ഞ വാക്ക് സഹോദരന്മാർ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചില ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അതിന് മറുപടി കൊടുക്കുന്ന ചില ആൾക്കാർ മതപരമായ വിഷയത്തിൽ വലിയ പാണ്ഡിത്യം ഇല്ലാത്തത് കൊണ്ട് ഇറക്കത്ത് സൈക്കിൾ ചവിട്ടുന്നത് പോലെ എന്തൊക്കെ അങ്ങ് എഴുതും. ഇറക്കത്ത് സൈക്കിൾ ചവിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടില്ല, എന്തെങ്കിലുമൊക്കെ വാചക കസരത്തൊക്കെ അപ്പൊ അടിസ്ഥാനം പോകും. അങ്ങനൊന്നും അല്ലാതെ അള്ളാഹു എന്ന് പറഞ്ഞ ഇതാണ് ശരി. ഇപ്പോ ഒരാൾ നക്ഷത്രത്തെ ആരാധിക്കുന്നു എന്ന് കരുതുക. സഹോദരിമാരെ ശ്രദ്ധിക്കണേ, ഉറങ്ങരുത്. നക്ഷത്രത്തെ ആരാധിക്കുന്നു എന്ന് കരുതുക ഒരാൾ. ആ നക്ഷത്രം ആരാധിക്കുന്ന ആളിന് ഇലാഹാണ്.
അങ്ങനെ പറയാം. ഒരാൾ ഒരു വ്യക്തി ആരാധിക്കുന്നു, ഒരു അമ്മയോ ഒരു അച്ഛനോ ഒരാളെ ആരാധിക്കുന്നു കരുതുക. ആ ആൾക്ക് ആ ആരാധിക്കപ്പെട്ട വസ്തു ഇലാഹാണ്. എന്നാൽ ഇതൊന്നും ഇലാഹല്ല, ലാ ഇലാഹ. അവിടുത്തെ ലാമ്, ഇവിടെ അറബി ഭാഷ ഗ്രാമർ പഠിച്ചവർക്കറിയാം, അവിടുത്തെ ലാമിനൊരു നിയമമുണ്ട്. നമ്മുടെ അധ്യക്ഷൻ അറബി മാസ്റ്റർ ആണെന്ന് അല്ലെ, യൂസുഫ്. ഇവിടുത്തെ ആലിമീങ്ങൾ രണ്ടുപേരെ അൽഖാസിമിയും മറ്റേ ഉസ്താദ്മാരൊക്കെ ഇരിപ്പുണ്ട്. സദസ്സിൽ ഒരുപാട് ആലിമീങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ കൊല്ലക്കുടിയിൽ സൂചി കൊളുത്തുകയല്ല, ഫൈസി ഉണ്ട്, അതേപോലെ തന്നെ ഖാസിമീന്റെ ഇവിടെ ആലിമീങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്റെ അറിവ് ഞാൻ പറയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന വസ്തു എന്നാണ്. ലാ ഇലാഹ, അവിടുത്തെ ലാമ് ജിൻസിനെ നഫി ചെയ്യുന്ന ലാം എന്നാണ് ഞങ്ങൾ പറയാം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹനെ കുറിച്ച് എന്നൊക്കെ പഠിക്കാണ്ട്, എന്നിട്ട് നമ്മൾ വലിയ പണ്ഡിതന്മാരാവും. എന്താ അവസ്ഥ? വിമർശനം പാടില്ല, ശ്രദ്ധിക്കണം. ജിൻസിനെ നഫി ചെയ്യുന്ന ലാം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഇലാഹിന്റെ വർഗത്തെ തന്നെ അങ്ങ് നിഷേധിച്ചു. ലാ ഇലാഹ, ഇലാഹിന്റെ വർഗമേ ഇല്ല. നക്ഷത്രമോ അതിന്റെ വർഗമോ ഇല്ല, ഭൂമിയോ അതിന്റെ വർഗങ്ങളോ ഒന്നും ഇലാഹല്ല. ലാ ഇലാഹ. ആ ഇലാഹിന്റെ മുമ്പിൽ അൽ എന്ന അവ്യയം വന്നു, മാരിഫ തൊട്ടിപ്പുറത്ത് വന്നു. അൽ അൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ എന്ന് വന്നു. അൽ ഇലാഹ്, ഇലാഹ് അൽ, അൽ ഇലാഹ് യഥാർത്ഥ ആരാധ്യൻ. ആ യഥാർത്ഥ ആരാധ്യൻ എന്ന അൽ ഇലാഹ് എന്നതിൽ നിന്നാണ് അല്ലാഹു എന്ന പദത്തിന്റെ ഉൽപ്പത്തി എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ തുഹ്ഫ 1 എഴുതിയിട്ടുണ്ട്. അല്ലാഹു ഇത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവ അല്ല, എല്ലാവരുടെയും അല്ലാഹു ആണ്. ദൈവമില്ലെന്ന് പറയുന്നവരുടെയും ദൈവമുണ്ടെന്ന് പറയുന്നവരുടെയും എല്ലാവരുടെയും അല്ലാഹു ആണ്. അതുകൊണ്ട് ആ ഒരു പദം ആരും തെറ്റിദ്ധരിക്കല്ലേ. അല്ലാഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. വിശുദ്ധ ഖുർആൻ ആലി ഇംറാൻ എന്താ പറഞ്ഞെന്നറിയോ നിങ്ങള്? ഖുർആൻ ജനങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന അല്ലാഹ് അതാണ്. ഖുൽ പറയൂ നബിയേ, അല്ലാഹുമ്മ മാലികൽ മുൽക്ക്, സർവാധികാരങ്ങളുടെയും അധികാരിയായ അല്ലാഹ്, ആരാധ്യനെ, നാഥ. തുഅത്തിൽ മുൽക, നീ രാജാധികാരം കൊടുക്കും. മൻ തശാ, നീ ഉദ്ദേശിച്ചവർ. ഞങ്ങൾ വോട്ട് ചെയ്താലും നീ ആ തീരുമാനിക്കേണ്ടത് ആർക്കാണ്? വതൻസിഉൽ മുൽക, രാജാധികാരത്തെ നീ ഊരിയെടുക്കും. മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന്. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് നീ ഇസ്സത്ത് കൊടുക്കും നാഥ. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദ്യന്മാരാക്കും നാഥ. ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് നന്മ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിന്റെ മേലും നീ കഴിവുള്ളവനാണല്ലോ അല്ലാഹ്. തുഅത്തിൽ, അല്ലാഹു അവിടെ നിർത്തിയില്ല. തൂലിജുൽ ലൈല ഫിൻ നഹാർ,
പകൽ രാവിനെ കടത്തുന്നവൻ നീയാണല്ലാ. കറങ്ങുന്ന ഭൂമിയെ ഒന്ന് നിശ്ചലമാക്കിയാൽ എവിടെയാണ് രാവ്, എവിടെയാണ് പകല്? പകൽ കറങ്ങുന്ന ഭൂമിയെ ഒന്ന് നീ പിടിച്ചു നിർത്തിയാൽ എവിടെയാണ് രാവ്, എവിടെയാണ് വിശ്രമിക്കാൻ കഴിയുന്നത്, എവിടെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? അല്ലാഹുവേ, എത്രയെത്ര നക്ഷത്രങ്ങളാണ്, എത്രയെത്ര ഗ്രഹങ്ങളാണ്, എത്രയെത്ര ഉപഗ്രഹങ്ങളാണ്. മേഘക്കീറിൽ ഒളിച്ചു നിൽക്കുന്ന നിലാവ് പുറത്തേക്ക് തലനീട്ടി നിൽക്കുന്ന രാത്രിയിൽ പുഷ്പിച്ചു നിൽക്കുന്ന ആ പൂക്കളിലേക്ക് അതിന്റെ പ്രഭ വരുമ്പോൾ കുഞ്ഞോളങ്ങളെ തഴുകിക്കൊണ്ടുപോകുന്ന ആ മനോഹരമാകുന്ന തീരങ്ങളിൽ, ആ തീരങ്ങളിലേക്ക് അതിന്റെ പ്രഭ അടിക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഭൂമിക്ക്. ആ ഭൂമിയുടെ തീരത്തൊന്ന് തലയാഴ്ച കിടക്കുമ്പോൾ അന്തമില്ലാത്ത ആകാശത്തിന്റെ വീതിയിലേക്ക് കണ്ണുകൾ ഇങ്ങനെ പായിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഭൂമിയെ നീ ഒന്ന് പിടിച്ചു നിർത്തിയാൽ നാഥ, ആരാണ് അതിനെ കറക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് രാവിൽ പകലിൽ രാവിനെ കടത്തുന്നവൻ നീയാണ്. രാവിൽ പകലിനെ കൊണ്ടുവരുന്നവനും നീയാണ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തെടുക്കുന്നവൻ നീയല്ലയോ? അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക്, ഉപയോഗിക്കുന്നവർക്ക് കണക്കില്ലാത്ത വിധം നീ റിസ്ക് കൊടുക്കുമല്ലോ അല്ലാ എന്ന് പടച്ചവന്റെ ഖുർആനിൽ പറഞ്ഞെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെല്ലാം കോണിൽ മനുഷ്യൻ നോക്കുമ്പോഴും അവയ്ക്കൊന്നും ആരാധനയ്ക്ക് അധികാരമില്ലെന്നും ആരാധിക്കാനുള്ള ഒന്നും ആ വസ്തുക്കൾക്കൊന്നും കഴിവില്ല എന്നും അതുകൊണ്ട് അവയെ മുഴുവനും സൃഷ്ടിച്ച ആ ഇലാഹി എന്ന പദത്തിന്റെ തൊട്ട് മുമ്പ് അൽ പറയുമ്പോ ബാങ്ക് വിളിക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമാണ്, നിയമമുണ്ട്. അത് പഠിക്കേണ്ട എങ്ങനെയാണ്? ബാങ്ക് വിളിക്കാൻ എങ്ങനെ ബാങ്ക് വിളിച്ചാൽ പറ്റൂല? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ. അവിടെ നീട്ടാം. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ഇല്ലല്ലാഹ് ഒരു ഹാഇന്റെ ശബ്ദം വരണമെന്നാ. അത്തഹിയ്യാത്ത് ഓതുമ്പോ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അല്ലെങ്കിൽ ഇല്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ് അല്ല, ഇല്ലല്ലാഹ് വന്ന ഒരു അക്ഷരം അങ്ങ് പോയി. ശരിക്കും ശ്രദ്ധിക്കണം. ഇല്ലല്ലാഹ് എന്നയാള് പറഞ്ഞ ഒരു അക്ഷരം പോയി. അല്ലാഹ് എന്നല്ല, അല്ലാഹു എന്ന വഖഫ് ചെയ്യുമ്പോ അല്ലാഹ് അഹാന്റെ ശബ്ദം വരണം. ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ്. ചില ആൾക്കാർ അല്ലാഹ്, നോ നോ നോ, ഇത് ഖുർആൻ പറഞ്ഞ അല്ലാഹ് അല്ല, അത് വേറെ അല്ലാഹ്. ഖുർആൻ പറഞ്ഞ അല്ലാഹ് അല്ലാഹ്. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻമാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് എന്നല്ല, റസൂലുള്ളാഹ് അഹാഇന്റെ ശബ്ദം വരണം എന്നാണ്. ഇതാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹ്. ഈ അല്ലാഹ് എന്ന പദം ആ പടച്ച തമ്പുരാൻ ഖുർആനിൽ നിരവധി പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഖുർആൻ ജനങ്ങൾക്ക് നൽകുന്നത്. ആ അല്ലാഹു ആണ് പറഞ്ഞത് ഈ ഖുർആനകത്തുള്ള പ്രമേയവും അതിൽ അക്ഷരങ്ങളും അതിന്റെ വാക്യങ്ങളും മുഴുവനും എന്റേതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഖുർആൻ എന്ത് എന്നത് നാളെയും എന്ത് നിൽക്കത്തുള്ളൂ. എന്തിന് എന്നതിലേക്ക് പൂർണ്ണമായി എത്താൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നിങ്ങൾ ഇന്ന് വന്നവരൊക്കെ നാളെയും വരണം. നമ്മൾ ശാസ്ത്രീയമായ ആയത്തുകളൊന്നും ഇന്ന് ഓതിയിട്ടില്ല.
ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഓതും. ശാസ്ത്രീയമായ സൂചനകൾ ഖുർആൻ പറഞ്ഞത് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ എഴുതി കൊണ്ടുവരിക, ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. പിന്നെ ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കാറുണ്ട്. ഈ മതപ്രസംഗ സദസ്സിൽ ദ്വാരപ്പിക്കാന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവാണ് സ്വീകരിക്കുന്നത്. പിന്നെ ഒരുപാട് മഹാന്മാര്, ഉസ്താദുമാര്, മുത്തഅല്ലിമീങ്ങളൊക്കെ സദസ്സിൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരാമീൻ പറയും. ഇവരുടെ ആമീൻ നമുക്കൊരു വലിയ ഫലം ചെയ്യുമെന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടുത്തെ യുവാക്കൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച്, ഞാൻ തിരുവനന്തപുരത്തൊരു പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് എന്നെ നേരിട്ട് കണ്ട് ഫോണിലും അല്ലാതെയും ക്ഷണിച്ചു, എപ്പോഴും വിളിച്ചു. എനിക്ക് ശേഷം വരുന്ന ഉസ്താദുമാർ, ഇന്നലെ പ്രസംഗിച്ച ഉസ്താദിനെയൊക്കെ കാണാൻ അവർ കാണിക്കുന്ന താല്പര്യം, ഒരു നിറഞ്ഞ സദസ്സിനെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത് തീർച്ചയായും ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് ആ പ്രവർത്തകരുടെ പ്രതിഫലം അള്ളാഹു ഒട്ടും കുറയ്ക്കാതിരിക്കട്ടെ, അവർക്ക് ഏറ്റിട്ടി കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ റഹം അലൈനാ യാ റഹീമൽ മസാകീൻ. റഹ്മാനായ പടച്ചവനെ, ഞങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ പങ്കെടുത്തു, ഞങ്ങൾ നിന്റെ ഖുർആനെ കുറിച്ച് അല്പം ചർച്ച ചെയ്തു, നീ അത് സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ, നിന്റെ ഖുർആനിന്റെ കലിമത്ത് വിശദീകരിക്കാനോ പഠിക്കാനോ ഞങ്ങൾക്ക് ഹൃദയത്തിന് കഴിയില്ല, അത്രയും അർത്ഥതലങ്ങളുള്ളതാണ്. അള്ളാഹുവേ, അതിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ എത്തിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും വല്ല വൈകല്യവും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നീ തിരുത്തി തരണേ റഹ്മാനെ. പഠിച്ചവനെ, ഈ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് റബ്ബേ, അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ കൊണ്ട് ഈ ദീന നീ ശക്തി നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, അവരുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ പഠിച്ചവനെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്നാ اتباعه وارنا الباطل باطلا وارزقنا اجتنابه ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا وارحمنا ولوالدينا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.